അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രിയുടെ ശാന്തതയ്ക്കായി ദൈവത്തിന് കോടാനുകോടി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ദൈവകൃപയിൽ ആശ്രയിച്ച് വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 95-ാമത്തെ ക്ലാസ്സിലേക്കാണ് 2026 ഏപ്രിൽ മാസം 27-ാം തീയതി നാം പ്രവേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ച വിഷയത്തിൻ്റെ തുടർ ചിന്തയിലേക്കാണ് നാം ഇന്ന് രാത്രിയിൽ പ്രവേശിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് സഹസ്രാബ്ദ വാഴ്ചയാകുന്ന ഏഴിടനാത്തിൽ മറിഞ്ഞിരിക്കുന്ന 5-ാമത്തെ ദിവസത്തെക്കുറിച്ചാണ് നമ്മിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കർത്താവിൻ്റെ ഭരണത്തെക്കുറിച്ച് 1000 ആണ്ട് വാഴ്ചയിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട കാഴ്ചപ്പാട് നമുക്ക് ദൈവം തന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ അന്നത്തെ ഭൂമിയും കാലാവസ്ഥയെക്കുറിച്ച് നാം ചിന്തിച്ചിരുന്നു. അതുപോലെ തന്നെ അന്നത്തെ ഭരണത്തെക്കുറിച്ച് ഒക്കെയുള്ള കാര്യങ്ങളാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എതിർക്രിസ്തുവിൻ്റെ കാലത്തുണ്ടാകുന്ന മഹാക്ഷാമം, പ്രകൃതിക്ഷോഭം, വറുതി എല്ലാം അത് വേഗത്തിൽ മാറിപ്പോകുന്ന ഒരു കാലഘട്ടമാണ് കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷത. നമുക്കറിയാം, വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ദൈവത്തിൻ്റെ കോപവും ക്രോധവും ചൊരിയപ്പെടുന്നതോടുകൂടി ഒന്ന് രണ്ട് മുദ്രകൾ പൊട്ടിക്കുന്നതോടുകൂടി എതിർക്രിസ്തുവിൻ്റെ ഭരണം ആരംഭിക്കുന്ന 3.5 വർഷത്തോളം ബന്ധത്തിൽ അത് തീർന്ന് ഭയാനകമായിരിക്കുന്ന വളരെ ദൈവം ചുരുക്കുന്ന നാളുകളുള്ള ബന്ധത്തിലുള്ള ദിവസങ്ങൾ കഴിഞ്ഞ് 1000 ആണ്ട് വാഴ്ചയിലേക്ക് വരുന്ന ചുരുക്കം ചില ദിവസങ്ങൾ, ഏകദേശം നമ്മൾ വളരെ ചുരുക്കത്തിൽ ചിന്തിച്ചാൽ 1260 1335 ദിവസങ്ങളുള്ള ബന്ധത്തിലാണ് ഈ പറയുന്ന സകല കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് പ്രകൃതിക്ക് ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ശാസ്ത്രലോകം കണ്ടുപിടിക്കുന്ന ഓസോൺ പാളി അത് മാറിപ്പോകുന്നു, ചൂട് വരുന്നു. പക്ഷെ ഇവർക്കൊക്കെ പറയാന്നല്ലാതെ അതിനെ ആർക്കും തന്നെ റിപ്പയർ ചെയ്യാൻ കഴിയത്തില്ല. അപ്പം അതിനവർ നോക്കുന്നത് വനങ്ങൾ വെച്ച് പിടിപ്പിക്കുക, ഓക്സിജൻ്റെ കൂടുതൽ ലഭ്യത ഉളവാക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളുടെ ബന്ധത്തിൽ പലതും ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ ചെയ്യുന്നത് വനമേഖല ഉണ്ടാകണമെന്നുള്ളത് നമുക്കറിയാം. കാട്ടുമൃഗങ്ങൾ വർദ്ധിക്കണം. അപ്പം നമുക്കറിയാം, അതൊക്കെ പണ്ട് കേട്ടുകേൾവിയില്ലാത്ത പല മൃഗങ്ങളും ഒക്കെ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ വളരെ അടുത്തൊക്കെ ചേർന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ലൈനൊക്കെ വലിച്ചു പോകുന്ന വലിയ ഇലക്ട്രിക് ലൈനൊക്കെ വലിച്ചു പോകുന്നതിൻ്റെ കീഴിലുള്ള ഭാഗങ്ങളൊക്കെ വളരെ കൃഷിയൊന്നുമില്ലാതെ കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് വനങ്ങളെ തമ്മിൽ ഇത് ബന്ധിപ്പിക്കുന്ന വഴികളായി മാറുന്നതുകൊണ്ട് ഏത് മൃഗങ്ങൾക്കും ഇപ്പോൾ ഇതിലൂടെ വന്ന് സഞ്ചരിക്കാവുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ മനസ്സിലാക്കുക, കർത്താവ് പറഞ്ഞിട്ടുണ്ട്, മനുഷ്യരെ 4-1 കൊന്നുകളയുവാൻ വേണ്ടി ദൈവം ഉപയോഗിക്കുന്ന ഇതിൽ നമ്മൾ പഠിച്ചിരുന്നു ക്ഷാമം, വാള്, മഹാവ്യാധി, കാട്ടുമൃഗങ്ങൾ പഠിച്ചിരുന്നു. ഇതൊക്കെ വർദ്ധിച്ചു വരണം. അപ്പം ഇത് സംഭവിക്കും. ഇതെല്ലാം അതിലേക്കുള്ള യാത്രയിലാണ് ആയിരിക്കുന്നത്. എന്നാൽ ദൈവമക്കൾക്കറിയാം, ഇതെല്ലാം സംഭവിക്കുമ്പോൾ ഇതിനപ്പുറമായിട്ട് ദൈവം ഒരുക്കാൻ പോകുന്ന അനുഗ്രഹിക്കപ്പെട്ടതായ പ്രത്യാശകരമായിരിക്കുന്ന ഒരു രാജ്യം ഈ ഭൂമിയിൽ ദൈവം സ്ഥാപിതമാക്കും. അന്നത്തെ സാഹചര്യത്തിൽ എന്തെല്ലാമാണോ അത് നഷ്ടപ്പെട്ടു പോയത്, ഭൂമിക്ക് നഷ്ടപ്പെട്ടു പോയത്, പ്രപഞ്ചത്ത് നഷ്ടപ്പെട്ടു പോയത്, അതെല്ലാം കർത്താവ് പുനഃസ്ഥാപിച്ചെടുക്കുന്ന, റീസ്റ്റോർ ചെയ്യുന്ന, ലോകസ്ഥാപനം പോലുള്ള ഒരു കാലാവസ്ഥയിലേക്കും ഒരു സാഹചര്യത്തിലേക്കും കർത്താവ് ഭൂമിയെ കൊണ്ടുവരും എന്നുള്ളതാണ് ദൈവം പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നത്. സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ചുള്ളൊരു സുദീർഘമായ ക്ലാസ്സിലേക്ക് പോകാതെ അതിൻ്റെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്, അന്ന് കർത്താവിൻ്റെ കോപത്തെങ്കിൽ സംഭവിക്കുന്ന വിഷയങ്ങൾക്കുള്ള പരിഹാരമായി അതെങ്ങനെ വീണ്ടും ഇത്രമാത്രം അനുഗ്രഹമാകുന്ന രീതിയിലായിരിക്കുന്നു എന്നതിനെക്കുറിച്ച് നമുക്കത് വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ഈ പ്രകൃതിക്കുണ്ടാകുന്ന നാശമാണെങ്കിൽ, സമുദ്രത്തിനുണ്ടാകുന്ന നാശമാണ്, നീരുകൾക്കുണ്ടാകുന്ന നാശങ്ങളാണെങ്കിൽ, നക്ഷത്രങ്ങൾക്കുണ്ടാകുന്ന നാശങ്ങളാണെങ്കിൽ, ആ പ്രപഞ്ചത്തിൽ നിന്ന് അതിനെല്ലാം മാറ്റം വരുന്നത് എങ്ങനെയാണെന്ന് കൂടി നാം ചിന്തിച്ചെങ്കിലേ ഈ പഠനം പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് അന്ന് സംഭവിക്കുന്ന ഈ നമ്മൾ പഠിച്ചിരുന്നു. ഇപ്പം വെളിപ്പാട് പുസ്തകം നമ്മൾ പഠനത്തിൽ നമ്മൾ പഠിച്ചിരുന്നു, മുദ്ര, കാകളങ്ങൾ, കലശങ്ങളൊക്കെ ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭൂമി വരാൻ പോകുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള ഭയാനകമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു. എന്നാൽ അത് വീണ്ടും എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതായി തീരുന്നു എന്നുള്ളതിൻ്റെ
കാഴ്ചപ്പാടിലേക്കാണ് നമ്മളിന്ന് രാത്രിയിൽ നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ മണിയമ്മേൻ്റെ ഫോണ് സൈലൻ്റ് ആക്കണേ പ്ലീസ്. നമ്മളത് ചിന്തിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ രാത്രി നാം തുടർന്നതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നാം ചിന്തിക്കുന്ന വിഷയങ്ങളിൽ ദൈവപ്രവൃത്തി കാണുവാൻ അത് എങ്ങനെയാണ് നേരെയാകുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് പണ്ട് പഠിച്ചതിനെ കുറിച്ചൊക്കെ ഒരു ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. നമുക്ക് രണ്ടാമത്തെ കാഹളം ഊതുന്ന സമയത്ത് വെളിപ്പാട് 8-ാം അധ്യായം 8-9 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രകാരമാണ്. വെള്ളം അത് 1/3 രക്തമായിത്തീരുന്നതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3-ാമത്തെ കാഹളം ഒഴിക്കുമ്പോൾ വെള്ളത്തിൻ്റെ 1/3 കാഞ്ഞിരം പോലെ കൈപ്പാറ്റിയിരുന്നാണ് പറയുന്നത്. ഇന്ന് കാണുന്ന സമുദ്രമൊക്കെ ഇന്ന് കാണുന്ന നീരുറവും വെള്ളമൊക്കെ കാണുമ്പോൾ ഇത് വെറുതെ എഴുതി വെച്ചിരിക്കുന്നതല്ല. കാഞ്ഞിരം പോലെ കൈക്കും എന്ന് പറഞ്ഞാൽ ഉറവയെല്ലാം കൈക്കും. അതേക്കുറിച്ച് എങ്ങനെ കൈക്കും എന്നുള്ളതിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. കാഞ്ഞിരം പോലുള്ള ഒരു നക്ഷത്രം വന്നു വീണു, അത് ഉറവകളിന്മേലും ഒക്കെ വന്ന് അത് 1/3 കാഞ്ഞിരം പോലെ കയ്പായി തീർന്നതാണ്. വെള്ളം കയ്പായി തീരും. അതുകൊണ്ട് നമ്മളെത്ര ശുദ്ധീകരണ പ്രക്രിയ അന്ന് ആ മനുഷ്യൻ ചെയ്യാൻ നോക്കിയാലും വെള്ളത്തിൻ്റെ കയ്പ് മാറ്റാൻ കഴിയത്തില്ല. സാഹചര്യം പുറപ്പെട്ടു വന്നപ്പോൾ അവർക്ക് വെള്ളം കണ്ടു. ആ വെള്ളം അവർ കണ്ടു കുടിക്കാൻ ചെന്നപ്പോൾ കയ്പായിരുന്നു. പക്ഷേ പരിഹാരമാർഗം ദൈവം തന്നെയാണ് പറഞ്ഞു കൊടുത്തത്. മരത്തിൻ്റെ വൃക്ഷച്ചില്ലകൾ വെട്ടിയിട്ട് ആ വെള്ളം മാറായ മധുരമാക്കി ദൈവം കൊടുത്തു. ഇവിടെ ഈ ജനം ദൈവത്തിൽ നിന്ന് അകന്നുപോയി മഹാമത്സരികളായി തീരുമ്പോൾ ദൈവം അവര് ചൊരിയിച്ച രക്തത്തിനൊത്തവണ്ണം രക്തം അവർക്ക് കുടിക്കാൻ കൊടുക്കുക, വെള്ളം കൊടുക്കും, രക്തത്തെ വെള്ളം കൊടുക്കും. അതുപോലെ അവർക്ക് കയ്പ് കലക്കിയ വെള്ളമാണ്, കാഞ്ഞിരം പോലുള്ള വെള്ളമാണെന്ന് ലഭിക്കുന്നത്. പക്ഷെ ഇട്ടെണ്ണത്തിൽ എങ്ങനെ ദൈവത്തെ ആശ്രയിക്കുന്ന ദൈവത്തിന് മുദ്രയുള്ളവർക്ക് അവർക്ക് ജീവിക്കാൻ കഴിയും എന്നുള്ളതും നമുക്കറിയാം. മിസ്രൈമിന് വന്ന ബാധയൊന്നും ഇസ്രായേലിന് ബാധിക്കാതിരുന്നത് പോലെ ദൈവത്തിൽ യഥാർത്ഥമായി ആശ്രയിക്കുന്നവരെ ആ കാലഘട്ടത്തിൽ ദൈവം പോറ്റും. അതിനുള്ള പദ്ധതികൾ ദൈവം അന്നത് ചെയ്തിരിക്കുമെന്നുള്ളതും നിശംസം നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ 2-ാമത്തെ കലശം 16-ാം അധ്യായം 3-ാം വാക്യത്തിൽ സമുദ്രത്തിലെ മരിച്ചൊരു രക്തം പോലെയായി തീർന്നു എന്ന് പറഞ്ഞാൽ 16-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് 2-ാമത്തെ കലശം ഒഴിക്കുമ്പോഴത്തേന് അതിൻ്റെ സാഹചര്യം പിന്നെയും വല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് സമുദ്രത്തിലെ രക്തം മുഴുവനും സമുദ്രത്തിലെ വെള്ളം മുഴുവനും രക്തം പോലെയായി തീരുകയാണ്. 3-ാമത്തെ കലശം ഒഴിക്കുമ്പോൾ നീരുറവുകൾ രക്തമായിത്തീരുന്നു, രക്തം മാത്രം കുടിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ ഇങ്ങനെ സമുദ്രത്തിനും വെള്ളത്തിനും നീരുറവുകൾക്കും ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭാവി കാലത്ത് മനുഷ്യർക്ക് സംഭവിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് മാത്രമല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാഷ്ട്രങ്ങൾക്ക് എന്ത് സംഭവിക്കും, പ്രകൃതിക്ക് എന്ത് സംഭവിക്കും, നമ്മുടെ ഭൂമിക്ക്, അതുപോലെ സമുദ്രത്തിന്, ആകാശത്തിന്, ബഹിരാകാശത്തിന് എങ്ങനെ മനുഷ്യനുള്ള ബന്ധത്തിൽ എന്തെല്ലാം സംഭവിക്കും എന്നുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. അതൊക്കെ അതിൻ്റെതായ സമയത്ത് വെളിപ്പെടുക തന്നെ ചെയ്യും എന്നുള്ളതിന് യാതൊരു വ്യത്യാസവുമില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ നീരുറവകളൊക്കെ വീണ്ടും അത് കയ്പൊക്കെ മാറി അനുഗ്രഹമായി തീരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് യെശയ്യാവിന്റെ പ്രവചനം 30-ാം അധ്യായം 25-ാം വാക്യത്തിൽ പറയുന്നത്, മഹാസംഹാര ദിവസത്തിൽ ഗോപുരങ്ങൾ വീഴുമ്പോൾ ഉയരമുള്ള എല്ലാ മലയിലും പൊക്കമുള്ള എല്ലാ കുന്നിന്മേലും തോടുകളും നീരൊഴുക്കുകളും ഉണ്ടാകും. അപ്പോൾ വലിയ കുന്നുകളൊക്കെ താന്നു വരും. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ഉയരമുള്ള എല്ലാ മലയിലും പൊക്കമുള്ള എല്ലാ കുന്നിന്മേലും തോടുകളും നീരൊഴുക്കുകളും ഉണ്ടാകും. അപ്പോൾ പ്രത്യക്ഷപ്പെടുന്ന നാളിലാണ് മഹാസംഹാരം ഉണ്ടാകുന്നത്. അന്ന് ദൈവം പുതുതായ തോടുകളെയും നീരൊഴുക്കുകളെയും പുറപ്പെടുവിക്കുകയും മരുഭൂമിയിലെ നിർജ്ജന പ്രദേശത്തും അവ ഉണ്ടാകുമെന്നുള്ള പ്രവചനം അന്നാണ് നിറവേറപ്പെടാൻ പോകുന്നത്. യെശയ്യാവിന്റെ പ്രവചനം 43-ാം അധ്യായം 3-ാം വാക്യത്തിലും 43-ാം അധ്യായം അതിൻ്റെ 19-20 വാക്യങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ ഈ 1000 ആണ്ട് വാഴ്ചയുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അതിൽ 43-ാം അധ്യായം 3-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. യെശയ്യാവിന്റെ 43-ാം അധ്യായം 3-ാം വാക്യത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നിന്റെ ദൈവവും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ, എൻ്റെ മറുവിലിയായി ഞാൻ മിസ്രയീമിനെയും നിനക്ക് പകരമായി കൂശിനെയും സെബയെയും കൊടുത്തിരിക്കുന്നു എന്ന് കഥ പറഞ്ഞിട്ട്
ഈ ആ, അതിൻ്റെ 19 മുതൽ 20 വരെയുള്ള വാക്യങ്ങളുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത്, 19 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ ദൈവം അവരെ കണ്ടിരിക്കുന്നു, അവരെ വീണ്ടെടുത്തിരിക്കുന്നു, നിങ്ങൾ എൻ്റെ സാക്ഷികളാകും എന്നൊക്കെ കർത്താവ് പറഞ്ഞ ഭാഗങ്ങളാണ് 43-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവൻ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച്, വീണ്ടും വരാൻ പോകുന്ന മാറ്റത്തെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിൻ്റെ 19 വാക്യങ്ങൾ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത്, മുമ്പേ ഉള്ളവയെ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും, നിങ്ങളത് അറിയുന്നില്ലയോ? അത് ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ജനത്തിന് കുടിപ്പാൻ കൊടുക്കേണ്ടതിന് ഞാൻ മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് നദികളും നൽകിയിരിക്കുന്നത് കൊണ്ട് കാട്ടുമൃഗങ്ങളും കുറുക്കന്മാരും ഒട്ടകപക്ഷികളും എന്നെ ബഹുമാനിക്കും. ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം എൻ്റെ സ്തുതിയെ പ്രസ്താവിക്കും. അപ്പോൾ കർത്താവ് അങ്ങനെ മരുഭൂമി നിർജ്ജന പ്രദേശത്തൊക്കെ വരുത്താൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച് പ്രവാചകന്മാർ പ്രവചിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് വചനം പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ഭരണകാലത്ത് ദൂതൻ രണ്ടാമത്തെ കലശം സമുദ്രത്തിൽ ഒഴിക്കുമ്പോൾ മരിച്ചവന്റെ രക്തം പോലെ ആയിത്തീരുന്ന സമുദ്രജലം പിന്നെയും സൃഷ്ടികളെ കൊണ്ട് നിറയപ്പെടുന്നു. അത് ഞാൻ പറഞ്ഞു, മരിച്ചവന്റെ രക്തം പോലെ ആകുക എന്ന് പറഞ്ഞാൽ കട്ടിപിടിച്ച് പോവുകയല്ല, ഓക്സിജൻ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് മരിച്ചവന്റെ രക്തം പോലെ ആകുക എന്ന് പറയുന്നത്. അപ്പോൾ അത് വെള്ളം രക്തമായി തീരും, ഓക്സിജൻ കാണത്തില്ല. അപ്പോൾ ജീവികൾക്ക് അത് വംശവർദ്ധനവിനോ ജീവിച്ചിരിക്കാനോ കഴിയാത്ത വിധത്തിൽ ഓക്സിജൻ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വെള്ളത്തിൻ്റെ സമുദ്രത്തിൻ്റെ അവസ്ഥകൾ മാറും. അതിനെയാണ് മരിച്ചവരുടെ രക്തം പോലെ ആയിത്തീർന്ന സമുദ്രജലം. പിന്നെയും സൃഷ്ടികളെ കൊണ്ട് നിറയപ്പെടുന്നതിന് കാരണമായി തീരുന്നത്, അതിൻ്റെ കാരണത്തെക്കുറിച്ച് യെരൂശലേമിലെ ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് പുറപ്പെടുന്ന വെള്ളം കടലിൽ ഒഴുകി വീഴുന്നത് കൊണ്ടാണ്. അപ്പം അതേക്കുറിച്ച് യെഹെസ്കേലിന്റെ പ്രവചനത്തിൽ രേഖപ്പെടുത്തി ഞാൻ ഈ ഭാഗം പഠിപ്പിച്ചപ്പോൾ, 16-ാം അധ്യായം 3-ാം വാക്യമൊക്കെ പഠിപ്പിച്ചപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊരു ഹിന്റ് തന്നിരുന്നു. ഈ വെള്ളം ഇപ്പോൾ രക്തമായി തീരും, അങ്ങനെ തന്നെയല്ല 1000 ആണ്ട് വാഴ്ചയിൽ അന്നത് വീണ്ടും അത് അനുഗ്രഹിക്കപ്പെട്ട വെള്ളമായി തീരും എന്നുള്ളതിനെക്കുറിച്ച്, എങ്ങനെയാണത് ആ വെള്ളം പഥ്യമായി തീർന്നത്, അനുഗ്രഹമായി തീർന്നത്, മരിച്ചവന്റെ രക്തം പോലെ ആയി തീർന്ന വെള്ളം വീണ്ടും ഓക്സിജൻ സമ്പുഷ്ടമായി വളരെയധികം ജീവികൾ ജനിക്കത്തക്കവണ്ണമുള്ള ഒരു സമുദ്രത്തിലെ ജീവികൾക്ക് വളരെയധികം വർധനമുണ്ടാകുന്ന രീതിയിൽ എങ്ങനെയായി തീരുന്നു എന്നതിനെക്കുറിച്ച് അന്ന് ഞാൻ പറഞ്ഞിരുന്നുവെങ്കിലും ഇതിനുള്ള ബന്ധത്തിൽ ആ ഭാഗം വായിച്ച് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. യെഹെസ്കേൽ 47-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള ഭാഗങ്ങൾ സാധാരണയായി നമ്മൾ കേട്ടിട്ടുള്ളത് പരിശുദ്ധാത്മാഭിഷേകത്തെക്കുറിച്ചുള്ള ഒരു ടീച്ചിങ് ആണ് പലരും എടുക്കാറുള്ളത്. പക്ഷെ എന്നാൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള കാര്യമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് സഭയുടെ മേൽ പകരുന്നതിനെ കുറിച്ചാണ് പല പാട്ടുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പം 1000 മുഴം അളന്നു, പിന്നെ അളക്കുന്നു. അപ്പം അതേക്കുറിച്ച് ഞാനത് അന്ന് കേൾക്കുമ്പോൾ എനിക്ക് ആ പാട്ടിനോടൊന്നും എനിക്ക് ഇതില്ലായിരുന്നു. കാരണം യെഹെസ്കേൽ പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവസഭയുടെ പരിസരമായുള്ള ബന്ധത്തിലല്ല, ഇത് കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയെ കുറിച്ച് ബന്ധത്തിലാണ് യെഹെസ്കേൽ പ്രവചനം രേഖപ്പെടുത്തിയിരിക്കുന്നുള്ള കാഴ്ചപ്പാട് ദൈവമേൽ എനിക്ക് പണ്ട് മുതലേ ഉള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള പാട്ടുകളിലൊന്നും ഞാൻ ആകർഷിച്ചിരുന്നില്ല. കാരണം ഇതൊക്കെയും പാടുമ്പോൾ ഇതുമായിട്ട് ബന്ധം അതിനില്ല എന്നുള്ളത് അറിയാമായിരുന്നു. പക്ഷേ എന്ത് പറയട്ടെ, ദുഃഖകരമായ കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നത്, സത്യവചനം പ്രസ്താവിച്ചാൽ അതിന് ആൾക്കാർക്ക് അതിനോട് താല്പര്യം കാണത്തില്ല. എന്നാൽ എന്തെങ്കിലുമൊക്കെ അതിശയോക്തിപരമായി, എന്തെങ്കിലുമൊക്കെ സങ്കല്പപരമായ രീതിയിൽ അതിനെ പാടുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്താൽ വലിയ താല്പര്യം എല്ലാവർക്കും ഉണ്ടാകുന്നത്. പക്ഷെ ഇവിടെ ഇത് വായിച്ചു വരുമ്പോൾ ഇതിനെ പരിശുദ്ധാത്മാഭിഷേകത്തോടുള്ള ബന്ധത്തിൽ, സഭയോടുള്ള ബന്ധത്തിൽ പാടിയും പഠിപ്പിക്കും. ഞാനതിനെക്കുറിച്ച് എതിർക്കുകയോ തെറ്റുപറയുകയോ ചെയ്യുന്നില്ല. പക്ഷേ ഈ യെഹെസ്കേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ പ്രധാന ഉദ്ദേശം കർത്താവിന്റെ മഹത്വ പ്രതിഷ്ഠതയിൽ അവൻ പ്രത്യക്ഷപ്പെടുന്നതിനുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾക്കാകുന്നു എന്നുള്ളത് ദൈവസഭ മനസ്സിലാക്കണം. ഇതൊരിക്കലും വായിച്ചിട്ട് ചിന്തിച്ചിട്ട് ഇതാണ് പരിശുദ്ധാത്മാവിനെ പകരുന്നതിനുള്ള ബന്ധത്തിലായിരിക്കുന്നെന്ന് പറഞ്ഞ് ആരും പഠിപ്പിക്കരുത്, ചിന്തിക്കരുത്. അത് മനസ്സായിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റി ചിന്തിക്കണം. ഞാൻ അത് വായിച്ചതിൻ്റെ ഒന്നുകൂടെ അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഭാഗങ്ങളെ ഞാൻ വെളിപ്പെടുത്തി തരാം. മുഴുവൻ വായിച്ച് പഠിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥമായ കാര്യം മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. പക്ഷെ ഏതെങ്കിലും ഒരു ഭാഗം എടുത്തിട്ട് അതിനെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് വ്യാഖ്യാനിച്ചാൽ കേട്ടിരിക്കാനൊക്കെ രസമായിരിക്കും.
പക്ഷേ അത് പോരല്ലോ. അതിന് മുമ്പും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഇതിൻ്റെ ഒരു യോഗ്യത വേണമല്ലോ. നമ്മൾ എന്താണോ പഠിപ്പിക്കുന്നത് അതുമായിട്ടൊരു ബന്ധമുണ്ടായിരിക്കണമല്ലോ. അതല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗം എടുത്തത് പരിശുദ്ധാത്മാഭിഷേകത്തെക്കുറിച്ചാണ് എന്ന് പഠിപ്പിച്ചാൽ അത് അംഗീകാര യോഗ്യമല്ല എന്ന് ഇന്ന് രാത്രി ഞാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. ഞാനത് ഭാഗം വായിക്കാം. അവൻ എന്നെ ആലയത്തിന്റെ പ്രവേശത്തെങ്കിൽ മടക്കിക്കൊണ്ടുവന്നപ്പോൾ ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ആലയത്തിന്റെ മുഖം കിഴക്കോട്ടല്ലോ. ആ വെള്ളം ആലയത്തിന്റെ വലത്ത് ഭാഗത്ത് കീഴെ നിന്ന് യാഗപീഠത്തിന് തെക്കുവശമായി ഒഴുകി. ഇവിടെ ഇതൊക്കെ വായിച്ചിട്ടാണ് പലരും ഈ പള്ളികളൊക്കെ പണിയുമ്പോൾ കിഴക്കോട്ട് ദർശനം വെക്കാൻ കാരണം അതാണ്. അപ്പൊ അവരും വചനമെടുത്താണ് വെക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനെ അക്ഷരികമായിട്ടുള്ള ഒരു മന്ദിരത്തെക്കുറിച്ച് ദൈവം പറഞ്ഞിട്ടില്ല. കാരണം പുതിയ നിയമസഭയെക്കുറിച്ച് പറയുമ്പോൾ ഒരിടത്തും തന്നെ ദൈവസഭ കൂടി വന്നത് അവര് പള്ളി പണിതല്ല എന്നുള്ളത് വ്യക്തമാണ്. അവര് പള്ളി പണിതിട്ടില്ല. അവര് വീടുകളിലാണ് കൂടി വന്നുകൊണ്ടിരുന്നത്. യെരൂശലേമിന്റെ മർക്കൂസിന്റെ മാളികമുറിയിലാണ് ദൈവസഭ സ്ഥാപിച്ചത്. അതിന്റെ ദർശനം കിഴക്കോട്ടാണോ പടിഞ്ഞാട്ടാണോ തെക്കോട്ടാണോ വടക്കോട്ടാണോ എന്ന് അറിയത്തില്ല. എന്നാൽ പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ നമുക്ക് കിഴക്കോട്ടുള്ള ദർശനത്തിന് പ്രാധാന്യതയില്ല. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് യെരൂശലേം ദേവാലയത്തോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളുള്ള ബന്ധത്തിൽ പണിയപ്പെടാൻ പോകുന്ന 1000 ആണ്ട് വാഴ്ചയുള്ള ബന്ധത്തിൽ പണിയപ്പെടാൻ പോകുന്ന ദൈവത്തിന്റെ ആലയത്തോടുള്ള ബന്ധത്തിലെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനെ ഒരിക്കലും ഇപ്പോൾ പണിയേണ്ട ആരാധനകളുടെ ബന്ധത്തിൽ ആവശ്യമില്ല. കാരണം കർത്താവ് 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവിടെ നടുവിലുണ്ടെന്ന് പറയും. അതിപ്പം ഫ്ലാറ്റിലാകാം, അണ്ടർഗ്രൗണ്ടിലാകാം, വൃക്ഷത്തണലിലാകാം, അത് ഓഡിറ്റോറിയത്തിലാകാം, എവിടെയാകാം. നമുക്കതിന് പ്രത്യേക ദിക്കുകളില്ല, കാര്യങ്ങളില്ല. കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യഭാഗത്തായിട്ടാണ് ഇറങ്ങി വരുന്നത്. എന്നാൽ 1000 ആണ്ട് വാഴ്ചയിൽ പണിയപ്പെടുന്ന ദൈവത്തിന്റെ ആലയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതിന് കാരണമുണ്ട്. കാരണം കിഴക്ക് നിന്ന് ഒഴുകേണ്ട വെള്ളമുണ്ട്. അതിനെ കാര്യം പറയുന്നത് യെരൂശലേമിൽ നിന്ന് വെള്ളം കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഒഴുകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒഴുകി ചെല്ലുന്ന ഈ ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നതായി കണ്ടു. ഈ വെള്ളം ഒഴുകി പുറപ്പെടുന്നതായി കാണുമ്പോൾ വെള്ളം ഒഴുകി 2 സമുദ്രത്തിലേക്കും എത്തിച്ചേരണം. കിഴക്കേ കടലിലേക്കും പടിഞ്ഞാറേ കടലിലേക്കും ഒഴുകി ചെല്ലണം. അപ്പൊ എങ്കിൽ മാത്രമേ ഈ പറയുന്ന കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഏതാണ് അന്ന് മരിച്ചവന്റെ രക്തം പോലെയായി തീർന്ന ആ വെള്ളം വീണ്ടും അത് ശുദ്ധീകരിക്കപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ടായി തീരണമെങ്കിൽ ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് ഒഴുകുന്ന വെള്ളമാണ് പുറപ്പെടേണ്ടത്. അപ്പൊ ഇത് വായിച്ചിട്ട് ഇപ്പോൾ പണിയുന്ന ആരാധനാലയങ്ങളുടെ മുഖം കിഴക്കോട്ട് വെക്കുകയോ അവിടുന്ന് വെള്ളമൊന്നും പുറപ്പെടുന്നില്ലല്ലോ. എന്നാൽ അതും കൂടി അങ്ങ് പുറപ്പെടണ്ടേ. ഇപ്പൊ ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം എടുത്തിട്ട് അതാണ് എന്ന് പറയരുത്. ഇവിടെ നമുക്കങ്ങനെ അക്ഷരികമായിട്ടൊരു കെട്ടിടം ഭൂമിയിലില്ല. നമുക്ക് എവിടെയും ആരാധിക്കാം. പിന്നെ നമുക്ക് ഹോള് പണിയുകയോ അത് ഓരോരുത്തരുടെ ഇഷ്ടം. ഞാൻ പറഞ്ഞല്ലോ, അതിപ്പം ഹോള് പണിയുന്ന തെറ്റൊന്നുമല്ല. ആരാധനയ്ക്കായിട്ടുള്ള സ്ഥലം വാങ്ങിക്കുകയോ ഹോള് പണിയുകയോ അത് കിഴക്കോട്ടോ തെക്കോട്ടോ പടിഞ്ഞാട്ടോ വെക്കുകയോ എയർ കണ്ടീഷൻ ചെയ്യുകയോ അത് സമ്പത്തുള്ളതുപോലെ ചെയ്യുക. പണ്ടൊക്കെ നിലത്തിരുന്ന് പൊടിക്കകത്തിരുന്ന് ആരാധിച്ച് ഇപ്പം അതിന് മാറ്റം വന്നു. ഇപ്പം മാറ്റത്തിനനുസരിച്ച് നമ്മുടെ ആരാധനകൾക്ക് മാറ്റം വരട്ടെ. പക്ഷേ എന്ന് പറഞ്ഞതുപോലെ അതിപ്പം അവിടെ അത് പവിത്രതയുള്ള കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങി വഴിക്കുന്ന സ്ഥലങ്ങളൊന്നുമല്ല. നമ്മൾ കൂടി വരുമ്പോൾ മാത്രമേ അവിടെ സാന്നിധ്യമുള്ളൂ. അതല്ലാതെ അതിന് പ്രത്യേകത ഒന്നുമില്ല. യെരൂശലേം പോലെ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി അവിടെ വസിച്ചിരുന്ന സ്ഥലമൊന്നുമല്ല നമ്മൾ ആരാധിക്കുന്ന സ്ഥലങ്ങളൊന്നും. പക്ഷെ അത് കൂടി വരുന്നതായ പ്രത്യേകത കൂടി അത് കണക്കാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് എവിടെയും നമുക്ക് കൂടി വരാനുള്ള സാവകാശമുള്ളത്, സ്വാതന്ത്ര്യമുള്ളത്. വീടുകളിൽ കൂടി വരുത്തുന്നത്, വീടുകൾ നടത്തി വേണമെങ്കിൽ കർത്തൃമേശ നടത്താനുള്ള സാവകാശമുണ്ട്. പക്ഷെ ഒറ്റയ്ക്ക് ആരും വീട്ടിലിരുന്ന് കർത്തൃമേശം നടത്തരുത് കേട്ടോ. നിങ്ങൾ ഒറ്റയ്ക്ക് എവിടെ ഇരുന്ന് ആ കർത്തൃമേശ നടത്താമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലുള്ള അപ്പനും മക്കളും എല്ലാവരും കൂടി കർത്തൃമേശ ചെയ്യരുത്. അത് സഭ കൂടി ഒരുമിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ പറഞ്ഞത് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചിലർ ഈ കോവിഡിന്റെ സമയത്തൊക്കെ വീട്ടിലൊക്കെ ഇരുന്ന് ഒറ്റയ്ക്കൊക്കെ കർത്തൃമേശ ആചരിക്കാനൊക്കെ തോന്നും. അതൊക്കെ തെറ്റാണ്. ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. പക്ഷേ അത് ഒരിക്കലും അമിതമായിട്ടെടുത്ത് ഉപയോഗിച്ച് നമ്മൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. കൂടി വരുമ്പോൾ ദൈവത്തിന്റെ വചനപ്രകാരം കൂടി വരുന്ന സഭകളാണ് കർത്തൃമേശ. ഞാനിത് പറഞ്ഞു വന്നപ്പോൾ ഇത് പറഞ്ഞതേ ഉള്ളൂ. ഇതെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണമല്ലോ. അപ്പൊ എല്ലാം എവിടെ വേണം കൂടി വരാൻ, കർത്തൃമേശ നടത്താം, നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ഒരു സ്വാതന്ത്ര്യമല്ല തന്നിരിക്കുന്നത്. നമുക്ക് എവിടെയും കൂടി വരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് പർട്ടിക്കുലറായിട്ട് നടത്താനുള്ള സ്വാതന്ത്ര്യം അവകാശമുണ്ടെങ്കിൽ അതിനൊരു ഹോള് പണിത് അവിടെ മീറ്റിംഗ് നടത്തുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ അവിടെ ദൈവത്തിന്റെ തേജസ് വസിക്കുന്ന സ്ഥലമായിട്ടൊന്നും അതിനെ പ്രഖ്യാപിക്കരുത്. ദൈവത്തിന്റെ തേജസ് വസിക്കുന്ന നമ്മൾ കൂടി വരുമ്പോൾ മാത്രമേ ഉള്ളൂ.
പിന്നെ ആരാധനാലയത്തിന് കൊടുക്കേണ്ട പവിത്രതയും അതിന് വേണ്ടതായ രീതിയിലൊക്കെ അതിനെ സൂക്ഷിച്ചെടുക്കേണ്ടത് വളരെ നല്ല കാര്യമാണ് എന്നുള്ളത് ഓർപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ദൈവമക്കളെയോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ പലപ്പോഴും അവഗണിച്ച് കളയുന്ന നമ്മുടെ ശവക്കോട്ടകളാണ്. നമ്മുടെ ശവക്കോട്ടകളെ നമ്മൾ പലപ്പോഴും അവഗണിച്ച് കളയും. അതുകൊണ്ട് പല സ്ഥലങ്ങളിലും ശവം അടക്കാൻ പോലും സമ്മതിക്കാത്ത വിധത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഹോള് മോടി പഠിപ്പിക്കുകയും AC ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഈ ശവം അടക്കുന്ന സ്ഥലങ്ങൾ കൂടി, അത് സ്ലീപ്പിംഗ് ഗാർഡനാണ്, അതിനെ കൂടി ഒന്ന് മെയിൻറ്റെയിൻസ് ചെയ്ത് നന്നാക്കി ഭംഗിയാക്കി ഇടണമെന്ന് ഞാൻ ഓർപ്പിക്കുക. ഞാൻ പറഞ്ഞത്, നമുക്ക് പലപ്പോഴും മുഖം മിനുക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പം അവിടെ കൊണ്ട് ശരിയിട്ടു. പക്ഷെ മറ്റുള്ള ആണ്ടിലൊക്കെ പല സമയങ്ങളിൽ അവർക്ക് പിന്നെയും അവിടെ പോയി പ്രാർത്ഥന ഉള്ളതുകൊണ്ട് അതൊക്കെ ഭംഗിയായിട്ട് കിടക്കുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു കാര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ചെത്തി വെടിപ്പാക്കിയിടാതെയോ അത് ഭംഗിയാക്കി ഇരുന്ന അവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അത് പിന്നീട് അത് മറ്റുള്ളവർ കാണുമ്പോഴൊക്കെ അത് വലിയ ഒരു പ്രയാസമായി തീരും. അതുപോലെ അവിടെ സമീപവാസികൾക്ക് പ്രശ്നമായി തീരും. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ദൈവസഭകൾ വളരെ പരിജ്ഞാനത്തോടു കൂടി ഇതൊക്കെ ചെയ്യണം. ഹോളൊക്കെ വലിയ രീതിയിൽ പണിയുന്നതോടൊപ്പം തന്നെ നമ്മൾ ശവം അടക്കുന്ന സ്ഥലങ്ങൾ എവിടെയുമാകട്ടെ അതിനെ ഭംഗിയായി മെയിൻറ്റെയിൻസ് ചെയ്തിടേണ്ട കാര്യം കൂടി, ഉത്തരവാദിത്വം കൂടി ദൈവസഭയ്ക്കുണ്ടായി. വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അവിടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് ഞാൻ ഓർപ്പിക്കുന്നത്. പല സ്ഥലങ്ങളിലും ഇപ്പോൾ അതങ്ങനെ അല്ലാതെ കിടക്കുന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അകത്ത് വെളിപ്പാട് പുസ്തകത്തെ പഠിപ്പിക്കുന്നത് ചോദിച്ചാൽ, ഇത് വൈശ്വന്മാർ ഓർപ്പിക്കേണ്ട സമയത്ത് ഓർപ്പിക്കണമല്ലോ, അതുകൊണ്ട് ഓർപ്പിച്ചു പോകുന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന ആലയം കണ്ടുകൊണ്ട് ഒരിക്കലും ആരും കിഴക്കോട്ട് ദർശനം വെച്ച് ആലയമൊന്നും പണിയണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നുള്ളത് പ്രത്യേകം ഓർപ്പിക്കുക. ഇവിടെ ഒഴുകുന്ന വെള്ളം എന്താണെന്നുള്ളതും എന്തിനു വേണ്ടിയാണ് ഒഴുകുന്നുള്ളതുമാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. പറഞ്ഞ കുമ്പരിക്കുഴയ്ക്ക് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ആലയത്തിന് മുഖം കിഴക്കോട്ടല്ലോ. ആ വെള്ളം ആലയത്തിന്റെ വലത്തു ഭാഗത്ത് കീഴെ നിന്ന് യാഗപീഠത്തിന് തെക്ക് വശമായി ഒഴുകി. അവൻ വടക്കോട്ടുള്ള ഗോപുരത്തിൽ കൂടി എന്നെ പുറത്ത് ചെന്ന് പുറത്തെ വഴിയായി കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടി പുറത്തെ ഗോപുരത്തിലേക്ക് ചുറ്റി നടത്തി കൊണ്ടുപോയി. വെള്ളം വലത്ത് ഭാഗത്തുകൂടി ഒഴുകുന്നത് ഞാൻ കണ്ടു. ഇതിന്റെ ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാകത്തില്ല. അത് ദൂതനെ കൊണ്ടുപോകുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം അത് കാണുന്ന സമയത്ത് ഈ ദർശനത്തിൽ എഗസ്കേൽ കാണുന്നതാണ്. ഇങ്ങനെ ഓരോ സ്ഥലത്തോടെ പോയി തിരിച്ചു വന്നു ഏതായാലും വെള്ളം ഒഴുകുന്നത് കണ്ടു. ചുറ്റിനടുത്ത് കൊണ്ടുപോയി വെള്ളം വലത്ത് ഭാഗത്തു കൂടി ഒഴുകുന്നത് ഞാൻ കണ്ടു. അപ്പൊ കിഴക്കുന്ന് ഒഴുകുന്ന വെള്ളം ഇതിങ്ങനെ ഒഴുകി വലത്ത് ഭാഗത്ത് ഒഴുകുന്നത് ഞാൻ കണ്ടു. ആ പുരുഷൻ കയ്യിൽ ചരടുമായി കിഴക്കോട്ട് നടന്നു. ഇപ്പൊ കിഴക്കോട്ട് യെരുശലേം ദേവാലയത്തിന്റെ വെള്ളം ഒഴുകുന്ന 1000 ആണ്ട് വാഴ്ചയിലെ ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് വെള്ളം ഒഴുകുന്നത് ഞാൻ കണ്ടു. ആ പുരുഷൻ കയ്യിൽ ചരടുമായി കിഴക്കോട്ട് നടന്നു, 1000 മുഴം അളന്നു. എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി. വെള്ളം നരിയാണിയോളമായി. ഇപ്പം ഈ എഗസ്കേലിനെ ദൈവത്തിന്റെ ആത്മാവ് ഈ ഒരു ദർശനത്തിലൂടെ കൊണ്ടുപോവുകയാണ്. ഇപ്പം ദൈവത്തിന്റെ ആലയം പണിയപ്പെടുന്ന ഒരു പ്രവാസത്തിൽ പോയിരുന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആലയെല്ലാം നഷ്ടപ്പെട്ട് ഇനി പണിയപ്പെടുമോ എന്നൊക്കെയാണ് കഴിയുമ്പോൾ 1000 ആണ്ടിൽ പണിയപ്പെടുന്ന ദൈവത്താൽ പണിയപ്പെടുന്ന ഒരിക്കലും പ്രവാസത്തിലേക്ക് പോകേണ്ടി വരാത്തൊരു കാലഘട്ടത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് ഈ 1000 ആണ്ട് വാഴ്ചയുള്ള ബന്ധത്തിൽ എഗസ്കേൽ പ്രവാചകൻ ദൈവം അവിടെ കൊടുക്കുന്നത്. അപ്പം ഇതുപോലല്ല മടങ്ങി വന്ന പ്രവാസികള് രണ്ടാമത് ആലയം പണിതത്. അവിടെ നിന്ന് വെള്ളമൊന്നും ഒഴുകിയില്ല, അത് അവിടെ വന്നില്ല. അപ്പം ഇത് പർട്ടിക്കുലർലി നാം പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത് എഗസ്കേൽ പ്രവചനത്തിലെ പ്രവചനങ്ങളിൽ സിംഹഭാഗവും കർത്താവിൻ്റെ മഹത്വ പ്രതിഷ്ഠയോട് ബന്ധത്തിൽ രണ്ടാമത്തെ പ്രതിഷ്ഠയോട് ബന്ധം നടക്കുന്ന കാര്യങ്ങളാണ്. അതിനോട് ബന്ധത്തില പറഞ്ഞിരിക്കുന്നത്. ആ പുരുഷൻ കയ്യിൽ ചരടുമായി കിഴക്കോട്ട് നടന്നു, 1000 മുഴം അളന്നു. എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി. വെള്ളം നരിയാണിയോളമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു. എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി. വെള്ളം മുട്ടോളമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു. എന്നെ കടക്കുമാറാക്കി. വെള്ളം അരയോളമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു. അതെനിക്ക് കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി വെള്ളം പൊങ്ങി നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി തീർന്നു. ഇത് രേഖപ്പെടുത്തുന്ന 4000 മുഴം അളന്നു കഴിയുമ്പോൾ, ആദ്യത്തെ 1000 മുഴം അളന്നപ്പോൾ യെരുശലേം ദേവാലയത്തിൽ നിന്ന് പുറപ്പെടുന്ന വെള്ളം അത് വെള്ളത്തിൽ കൂടി കടക്കുമറാക്കുന്ന ഒരു അവസ്ഥയിൽ 1000 മുഴം അളന്ന് എൻ്റെ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ വെള്ളം നരിയാണിയോളമായി എന്ന് പറഞ്ഞാൽ കാലിൻ്റെ ഭാഗത്തോളമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു. എൻ്റെ വെള്ളത്തിൽ കിടക്കുക വെള്ളം മുട്ടോളമായി. വെള്ളം ഈ യെരുശലേം ദേവാലയത്തിൽ ഒഴിവരുന്ന വെള്ളത്തിൻ്റെ അളവ് വർദ്ധിക്കുന്നു, ഉറവ വർദ്ധിക്കുന്നു.
അപ്പോൾ ഈ വെള്ളം 1000 മുഴം അളന്നു കഴിഞ്ഞപ്പോൾ നടന്നുകൊണ്ടിരുന്ന എഗസ്കേൽ മനസ്സിലാകുകയാണ്, നരിയാടിയോളമായ വെള്ളം മുട്ടോളമായി. പിന്നെയും അവൻ കിഴക്കോട്ട് നടന്ന് 1000 മുഴം അളക്കുകയാണ്, വെള്ളം അരയോളമായി. അത് അവൻ പിന്നെയും 1000 മുഴം അളന്നത് എനിക്ക് കടപ്പാൻ വയ്യാത്ത ഒരു നദിയായി വെള്ളം പൊങ്ങി നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ഒരു നദിയായി തീർന്നു. നീന്തിയിട്ടല്ലാത്ത നടപ്പാൻ വയ്യാത്ത നദിയായി തീർന്നത് പരിശുദ്ധാത്മാവ് ഇങ്ങനെ വന്ന് 1000 മുഴം അളന്ന് 1000 മുഴം അളന്ന് 1000 മുഴം 4000 മുഴം അളന്ന് അങ്ങനെയല്ല ദൈവാത്മാവ് അവിടെ പ്രവർത്തിക്കുന്നത്. അതിന് യാതൊരു ഒരു തെളിവോ ഒന്നുമില്ല. പിന്നെ ഇത് പാടി ആരാധിച്ചൊക്കെ അഭിഷേകം അതൊക്കെ ഞാനതിനെക്കുറിച്ച് എതിർക്കുന്നില്ല. പക്ഷെ ഇതിൽ യഥാർത്ഥമായ പഠനം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ നഷ്ടപ്പെട്ടു പോയ ജീവജന്തുക്കളൊക്കെ ഈ സമുദ്രത്തിലെ ഓക്സിജൻ ഇല്ലാതെ രക്തതുല്യമായി തീർന്നിരിക്കുന്ന വെള്ളത്തെ അതിനെ വീണ്ടും സജീവമാക്കി എടുക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് പുറപ്പെടുന്ന വെള്ളത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതൊരു നദിയായിട്ട് ഈ ദേശത്തുകൂടി ഒഴുകി വരുന്നതിനെ കുറിച്ച് അവൻ കാണുന്നു. അപ്പം അതിൻ്റെ ഉത്ഭവം എങ്ങനെയാകുന്നു എന്നുള്ളതിനെ കുറിച്ച് ഇതൊരു പർവ്വതത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്നതല്ല. ഇപ്പം ഈ വെള്ളം ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്നാണ് പൊട്ടിപ്പുറപ്പെടുന്നത്. അത് പുറപ്പെട്ട് 4000 അടി അളക്കുമ്പോൾ ഒരു മനുഷ്യന് നീന്തിക്കടക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു നദിയായി, ഒരു പ്രവാഹമായി ഇത് മാറുന്നു എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. തുറന്നു അവൻ എന്നോട്, മനുഷ്യപുത്ര കണ്ടുപോ എന്ന് ചോദിച്ചു. പിന്നെ അവൻ എന്നെ നദീതീരത്ത് മടങ്ങി ചെല്ലുമാറാക്കി. ഇത് ഒരു നദിയായി തീരുകയാണ്. അപ്പോൾ ഇന്ന് യെരൂശലേം ദേവാലയത്തിൽ അങ്ങനെ ഒരു നദി ഇല്ല. യെരൂശലേം ദേവാലയത്തിൽ യെരൂശലേമിൽ അങ്ങനെ ഒരു നദി യെരൂശലേം ദേവാലയം ഇരിക്കുന്ന സ്ഥലത്ത് പണിയപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ ഇല്ല. അവിടെ നിന്നൊരു നദി ഇങ്ങനെ ഒഴുകി കിഴക്കോട്ട് ഒഴുകി ഇങ്ങനെ വലിയൊരു നദി ഒഴുകുന്ന ഒരു നദി യെരൂശലേമിലുണ്ട്, ഇസ്രായേലിൽ ഇപ്പോൾ. എന്നാൽ ഇത് 1000 ആണ്ട് വാഴ്ചയിൽ ഉണ്ടാകുവാൻ പോകുന്ന ഒരു നദിയാണ് ഇവിടെ ആയിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പം യെരൂശലേമിലുള്ള ബന്ധത്തിൽ പല പ്രത്യേക ചാനലുകളൊക്കെ വെട്ടി അവർ തുറക്കുന്നുണ്ട്. അവർ തുറക്കാനുള്ള പണികളൊക്കെ തുടക്കുന്നുണ്ട്. ഇപ്പം ഹോർമൂസ് കടലിടുക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെ മറ്റ് രാജ്യങ്ങളോട് ബന്ധപ്പെടുത്താൻ കഴിയും, ഈ രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാതെ എങ്ങനെയാ തീരാന്നുള്ള വഴികളൊക്കെ തുറന്ന് വലിയ കോടിക്കണക്കിന് രൂപയുടെ കാര്യങ്ങളെടുത്ത് അവർ അവർ കനാലുകളെ ബന്ധിപ്പിക്കുന്ന മാർഗങ്ങളൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ യുദ്ധത്തിനുള്ള ബന്ധത്തിൽ എങ്ങനെ അതിനെ പരിഹാരം നേടാമെന്നുള്ള വിഷയത്തിൽ കണക്ക് കൂട്ടി അവർ ചെയ്യാനുള്ള പദ്ധതികൾ ചെയ്യുക. അതിനുവേണ്ടിയാണ് ഗാസ സ്ട്രിപ്പിന് വേണ്ടിയൊക്കെ അവർ വളരെയധികം അത് അവിടെ ചെന്ന് തുറക്കണം എന്നുള്ള രീതിയിലാണ് അവർ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ അണ്ടർഗ്രൗണ്ടിൽ വളരെ വലിയ കാര്യങ്ങൾ. അതുകൊണ്ടാണ് അവർ ആ സ്ട്രിപ്പിന് വേണ്ടി പിടിക്കുന്നത്. കാരണം ഇവിടുന്ന് ഈ സൈഡിൽ നിന്ന് വെട്ടി തുറക്കപ്പെട്ട് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഈ ഉൾക്കടലിൽ നിന്ന് അറബി ഉൾക്കടൽ ആ ഭാഗത്ത് അവിടുന്ന് തുറന്നു വന്നാൽ ഇതങ്ങേ മെഡിറ്ററേനിയൻ കടലിൽ എത്താൻ വേണ്ടിയുള്ള അഴിമുഖമായിട്ട് അവർ ഗാസ സ്ട്രിപ്പ് അവരുടെ കൈവശമാണ്. ഇതേക്കുറിച്ചുള്ള അതുകൊണ്ടാണ് അവിടെയൊക്കെയുള്ള യുദ്ധങ്ങളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നതാണ് രാഷ്ട്രീയ ചിന്തകന്മാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അതേക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല. എന്തായാലും മനുഷ്യനങ്ങനെ അവൻ്റെ കഴിവനുസരിച്ച് ഞാൻ പറഞ്ഞല്ലോ, കടലിലെ വെള്ളം വെട്ടി തുറന്ന് കപ്പൽ ചാലുകൾക്കൊക്കെ പോകാനുള്ള രീതിയിലുള്ള വഴികളൊക്കെ ഉണ്ടാക്കും. അതിന് അധികം സമയം ഉണ്ടാകാത്തതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ യെരൂശലേം ദേവാലയത്തിൽ നിന്ന് മനുഷ്യനിർമ്മിതമായിരിക്കുന്ന ഒരു നദിയല്ല ഒഴുകുന്നത്. ഇത് ഒഴുകി ഒരു വലിയ നദിയായിട്ട് ഒഴുകി വന്നിട്ട് അത് ഒരു നദിയായി തീർന്നു. ഞാൻ മടങ്ങിയെത്തപ്പോൾ നദീതീരത്ത് പിന്നെ അവൻ നദീതീരത്ത് മടങ്ങി ചെല്ലുമാറാക്കി. ഞാൻ മടങ്ങി ചെന്നപ്പോൾ നദീതീരത്ത് ഇക്കരയും അക്കരയും അനവധി വൃക്ഷം നിൽക്കുന്നതും കണ്ടു. വളരെ പെട്ടെന്ന് ഈ നദി ഒഴുകി പോകുമ്പോൾ ഇരു തീരത്തും അനവധി വൃക്ഷങ്ങൾ പെട്ടെന്ന് തന്നെ ഫലപുഷ്ടമായി നിൽക്കുന്നതാണ് കാണുന്നത്. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമുക്കത് പെട്ടെന്ന് പറയാൻ കഴിയത്തില്ല. ഇപ്പം ഞാൻ പറഞ്ഞത് ഇന്നത്തെ ശാസ്ത്ര മികവിനനുസരിച്ച് പണ്ട് ഒരു തെങ്ങൊക്കെ വളർന്ന് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഫലം ലഭിച്ചുകൊണ്ടിരുന്നത്, അല്ലേ? അതൊരു മാവൊക്കെ വെച്ച് കഴിഞ്ഞാൽ, തെങ്ങൊക്കെ വെച്ചാൽ ഇപ്പോൾ 3-ാം വർഷം കായ്ക്കും. പണ്ടൊക്കെ ഒരു തെങ്ങ് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് കായ്ക്കുന്നത് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, 10-15-20 വർഷം കഴിയണമായിരുന്നു. അപ്പോൾ മനുഷ്യൻ്റെ കഴിവ് കൊണ്ട് അങ്ങനെ ഈ കൃഷിയൊക്കെ നേരത്തെ വിളവെടുക്കാൻ കഴിയുമെങ്കിൽ ദൈവത്തിന് അസാധ്യമായ കാര്യമാണോ? അപ്പം അതുകൊണ്ട് ഒരു നദി കണ്ടു, പെട്ടെന്ന് തന്നെ അതിൻ്റെ ഇരുകരകളിലും വൃക്ഷങ്ങൾ നിൽക്കുന്നു. വൃക്ഷങ്ങൾ നിൽക്കുക മാത്രമല്ല, അതിൽ
ഫലങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ വായിക്കാൻ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വൃക്ഷങ്ങൾ കണ്ടു, ഇരുകരകളിലും വൃക്ഷങ്ങൾ ഉണ്ടായി, ഇപ്പോൾ യെരൂശലേമിൽ ഇല്ലാത്തത് അന്ന് ഉണ്ടാകും. ഞാനിത് ഇങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ ക്ലാസ് ഒരുപാട് സമയം വേണ്ടി വരും. പക്ഷേ ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളൂ. ഇപ്പോൾ ഇസ്രായേലിൽ ഇല്ലാത്ത കാര്യങ്ങൾ അന്ന് ഉണ്ടാകാൻ പോകുന്നത് കർത്താവിന്റെ 1000 ആണ്ട് വാഴ്ചയിൽ ഈ ഒരു നദി ഉണ്ടാകും. ഇന്ന് നമ്മളിത് പഠിക്കുന്നു, ദൈവം അനുസരിച്ചതൊക്കെ നമ്മൾ കാണാനുള്ളവരാ. ആ നദിയും നിൽക്കുന്ന വിഷയം ഇന്ന് നമ്മൾ ദർശനത്തിൽ കാണുകയാണ്, നാം പഠനത്തിൽ കാണുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നാം കടമൊഴിയായി ഇത് എന്ത് ചെയ്യുന്നു, നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, നാം എന്ത് ചെയ്യും, അത് യഥാർത്ഥമായി കാണും. ഇന്ന് നമ്മൾ വചനത്തിൽ നമ്മളിതിനെ കാണുകയാണ്, വചനത്തിലൂടെ കാണുകയാണ്. യെരൂശലേമിൽ കൂടെ ഒഴുകാൻ പോകുന്ന 4000 മുഴ അളന്നപ്പോൾ ഒരു നദിയായി തീർന്നതിനെ കുറിച്ചും നമ്മളിന്ന് ഇത് കണ്ണാടിയാകുന്ന വചനത്തിൽ കാണുമ്പോൾ യഥാർത്ഥത്തിൽ നാം ഇത് കാണേണ്ടവരാണ് പ്രിയപ്പെട്ടവരെ എന്ന് രാത്രി. അതുകൊണ്ട് പഠനം നിസ്സാരമായി കണക്കാക്കരുത്. നാം വചനമാകുന്ന കണ്ണാടിയിലൂടെ കാണുന്നതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമായി കാണാൻ, ഇന്ന് കടമൊഴിയായി സാങ്കല്പികമായി നാം കാണുമ്പോൾ ഇതെല്ലാം യാഥാർത്ഥ്യം. അന്ന് നാം ഇതെല്ലാം കാണാനുള്ളവരാണ്. കൊരിന്ത്യലേഖനത്തെ വായിക്കുന്നത് നാം ഇതിനെ കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു എന്നാണ്. അപ്പോൾ വചനത്തിലൂടെ നാം നോക്കുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ വചനം വായിക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ മനസ്സിൽ നാം ഇതിനെ ഓർത്തെടുക്കണം. ഇന്നതാണ്. അപ്പോൾ ആ ദൂതൻ യെഹെസ്കേലിനെ കൊണ്ടുപോയി യെരൂശലേമിന്റെ ദേവാലയത്തിന്റെ ആലയത്തിൽ നിന്ന് നദി പുറപ്പെടുന്നതും തന്നെ വെളിയിൽ കൂടെ കൊണ്ടുപോയി വലത്തുഭാഗത്തോട്ട് ഒഴുകുന്ന നദിയും ഇങ്ങനെ ഒഴുകി വരുമ്പോൾ 4000 മുഴ അളന്നപ്പോൾ ഇത് വലിയ നദിയായി മാറിയതും അതിന് ഇരുകരകളിലുമായി വൃക്ഷങ്ങൾ നിൽക്കുന്നതും കണ്ടെന്ന് പറയുമ്പോൾ അത് വെറും ഒരു കേൾവി മാത്രമായി തീരാതെ നമ്മുടെ മനസ്സും അതിനോടൊപ്പം തന്നെ മുമ്പോട്ട് പോകേണ്ടത് ആവശ്യമാണ്. അപ്പം അങ്ങനെ അതിനെ ഇക്കരെ അനവധി വൃക്ഷം നിൽക്കുന്നത് കണ്ടു. അപ്പോൾ അവൻ എന്നോട് അരുളി ചെയ്തത്, ഈ വെള്ളം കിഴക്കേ ഗലീലിലേക്ക് പുറപ്പെട്ട് അരാബിയിലേക്ക് ഒഴുകി കടലിൽ വീഴുന്നു. അപ്പൊ ഈ വെള്ളം കിഴക്കേ ഗലീലിലേക്ക് പുറപ്പെട്ട്, അപ്പൊ യെരൂശലേം ദേവാലയത്തിൽ നിന്ന് പുറപ്പെടുന്ന വെള്ളം കിഴക്കോട്ടൊഴുകി ഗലീലയിലൂടെ പുറപ്പെട്ട് അരാബിയയിലേക്ക് ഒഴുകി കടലിൽ വീഴുന്നു. അപ്പൊ കടലിലേക്ക് വീഴുമ്പോൾ ഉൾക്കടല, അറേബ്യൻ ഉൾക്കടലിലേക്കാണ് അവിടെ ചെന്ന് വീഴുന്നത്. കടലിലേക്ക് വീഴുന്നു. ഒഴുകിച്ചെല്ലുന്ന വെള്ളം കടലിൽ വീണിട്ട് അതിലെ വെള്ളം പഥ്യമായി തീരും. എന്നാൽ ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യമുണ്ടാകും. ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും അത് പഥ്യമായി തീർന്നിട്ട് സകലവും ജീവിക്കും. ഇതിന്റെ അർത്ഥം ജീവജല നദി ഒഴുകുന്നതല്ല, തെറ്റായി പഠിക്കരുത്. ജീവജല നദി അല്ല ഇവിടെ ഒഴുകുന്നത്, സാധാരണ ഒരു വെള്ളമായിട്ട് ഒഴുകുന്നു. അത് പഥ്യമായിത്തീരുന്ന വെള്ളമാണ്. ജീവജല നദി ഒഴുകുന്നതിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പൊ എന്താണ് ഈ വെളിപ്പാട് 22-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ജീവജല നദിയും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഇത് ജീവജല നദിയല്ല. കാരണം ഇവിടെ അന്ന് ജീവിക്കുന്ന മനുഷ്യൻ അവര് പാപമുള്ളവരാണ്. അപ്പൊ അവർക്ക് നിത്യജീവന്റെ വെള്ളമോ നിത്യജീവന്റെ ആഹാരമോ അവർക്ക് കഴിക്കാൻ കഴിയത്തില്ല. അവർ മരണമുള്ളവരാ. അതുകൊണ്ടാണ് ഇതിനെ ഒരിക്കലും ജീവജല നദിയായിട്ട് ചിത്രീകരിക്കരുത്. എന്നാൽ ഇത് ജീവിപ്പിക്കുക എന്നതിന്റെ അർത്ഥം ഇതിൽ ഓക്സിജൻ സമ്പന്നമാണ്. അപ്പോൾ ഓക്സിജൻ നഷ്ടപ്പെട്ടു പോയി അവിടെ അത് ചാവുകടലിനെ പോലെ കിടക്കുന്ന കടലുകൾ എന്ന് പറഞ്ഞാൽ മുഴുവൻ വെള്ളവും രക്തമായി തീർന്നു. അത് ചലനമില്ല. പക്ഷേ അവിടെ ശേഷിച്ചിരിക്കുന്ന പ്രാണികളുണ്ട് എന്ന് പറഞ്ഞാൽ മുഴുവൻ ജീവികളാണ് ചത്തുപോയത്. എന്നാൽ കോശങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ചെറിയ സൂക്ഷ്മജീവികൾ അവിടെ ഉണ്ട്. അതിൻ്റെ എല്ലാ മത്സ്യത്തിൻ്റെയും എന്തെല്ലാമാണോ അവിടെ വെള്ളത്തിൽ ഉണ്ടായിരുന്ന അതിൻ്റെ എല്ലാം മുട്ടയോ കുഞ്ഞുങ്ങളോ അങ്ങനെ ജീവനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കണികളുണ്ട്. അതിലേക്ക് വീണ്ടും ജീവന്റെ വെള്ളം ചെന്ന് കഴിയുമ്പോൾ അത് വീണ്ടും അത് ജീവൻ പ്രാപിക്കുന്നതിനെ കുറിച്ചാണ് ഈ യെഹെസ്കേൽ 47-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതൊരിക്കലും ദൈവമക്കളെ പോഷിപ്പിക്കുകയോ ആത്മാവ് കൊണ്ട് നിറയ്ക്കുന്നതിനെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷെ ഇതിന്റെ കാരണം മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാനായിട്ട്. കാരണം എന്താണ്? അതിന്റെ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മളത് 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പായി ഇസ്രായേലിൽ ഉൾപ്പെടെ ലോകത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകാൻ പോകുന്ന സമുദ്രത്തിലെ വെള്ളം മുഴുവനും രക്തമായി തീരുന്നതിനെ കുറിച്ചും
ഉറവുകളെല്ലാം കയ്പായി തീരുന്നതിനെക്കുറിച്ചും മുഴുവൻ വെള്ളവും രക്തമായി തീരുന്നതിനെക്കുറിച്ചും മരിച്ചവരുടെ രക്തം പോലെയായി ഒട്ടും മോക്ഷം ഇല്ലാതായി തീർന്ന വെള്ളത്തെ ദൈവം വീണ്ടും അതിനെ സജീവമാക്കി എടുക്കുന്നതിൻ്റെ ഇതിൻ്റെ കാരണം, അത് സജീവമാക്കി എടുക്കുന്നത് ദൈവത്തിൻ്റെ ഭരണസമയത്ത് ഇവിടെ ഇങ്ങനെ രക്തം പോലെ കിടക്കുന്ന ഒരു വെള്ളത്തിൻ്റെ അതിനോടുള്ള ബന്ധത്തിലല്ല ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വെള്ളം ദൈവത്തിനെ ഒഴുക്കി കടലിലേക്ക് ചെന്ന് ചേരുന്നിടത്തൊക്കെ ഈ അരബയിലേക്ക് ചെന്ന് വീഴുന്നതിനെ കുറിച്ചുകൂടെ പറയുന്നത്. ഒഴുകി ചെല്ലുന്ന വെള്ളം കടലിൽ വീണിട്ട് അതിലെ വെള്ളം പഥ്യമായി തീരും. അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ഈ വെള്ളം ഇങ്ങനെ ഒഴുകി ചെല്ലുന്നത് കൊണ്ട് ഈ വെള്ളം പടർന്ന് മറ്റുള്ള ഭാഗങ്ങളിലേക്ക് ഒഴുകി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഇത് രണ്ട് സൈഡിലേക്കും ഒഴുകുന്നു എന്നുള്ളതിനെ കുറിച്ച്, അപ്പോൾ ഈ പ്രവചനം ഇവിടെ കൊണ്ട് മാത്രം നിൽക്കരുത്, യേശുവിന്റെ പ്രവചനം മാത്രം എടുത്ത് പഠിക്കാതെ സെക്കരിയാവിന്റെ പ്രവചനം 14-ാം അധ്യായം 8-ാം വാക്യങ്ങളോട് വായിക്കുമ്പോൾ നമുക്ക് ഇതിനുള്ള ബന്ധത്തിലുള്ള ഒരേ കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അന്ന് പറഞ്ഞിരിക്കുന്നത് ജീവനുള്ള വെള്ളവും ജീവജലവും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ സെക്കരിയാവിന്റെ പ്രവചനം അതിൻ്റെ 14-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിക്കാം. 14-8 14-ാം അധ്യായം 8-ാം വാക്യം. 14-ാമത്തെ 8-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അന്നാളിൽ ജീവനുള്ള വെള്ളം യെരൂശലേമിൽ നിന്ന് പുറപ്പെട്ട് പാതി കിഴക്കേ കടലിലേക്കും പാതി പടിഞ്ഞാറേ കടലിലേക്കും ഒഴുകും. അത് ഉഷ്ണകാലത്തും ശീതകാലത്തും ഉണ്ടാകും. യഹോവ ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത് ജീവനുള്ള വെള്ളം അന്നാളിൽ. എന്നാളിലാണ് കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷമുള്ള ബന്ധത്തിൽ അന്നാളിൽ ജീവനുള്ള വെള്ളം യെരൂശലേമിൽ നിന്ന് പുറപ്പെട്ട് പാതി കിഴക്കേ കടലിലേക്കും പാതി പടിഞ്ഞാറേ കടലിലേക്കും ഒഴുകും. അപ്പോൾ യെഹെസ്കേലിൽ പ്രവചിച്ചത് ഒരു ഭാഗത്തെക്കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ, കിഴക്കേ കടലിലേക്ക് ഒഴുകുന്നതിനെ കുറിച്ചേ പറഞ്ഞുള്ളൂ. എന്നാൽ പടിഞ്ഞാറേ കടലാകുന്ന മധ്യധരണാഴിയിലേക്ക് മെഡിറ്ററേനിയൻ കടലിലേക്ക് ഒഴുകുന്നതിനെ കുറിച്ച് സെക്കരിയാവ് പ്രവചിച്ചു. കാരണം ലോകത്തിന്റെ 5 പ്രധാനമായിട്ടുള്ള എല്ലാ സമുദ്രങ്ങളിലെ വെള്ളവും ഇത്രമാത്രം ഓക്സിജൻ ഇല്ലാത്ത തീർന്നെങ്കിൽ ജീവനുള്ള വെള്ളം എന്ന് പറയുമ്പോൾ അത് ജീവജല നദിയല്ല, അത് ഓക്സിജൻ ഉള്ള വെള്ളം എന്നാണ് എൻ്റെ അർത്ഥം. ഇപ്പം നിങ്ങൾക്കത് സംശയപരമായിരിക്കും, ഇത് എപ്പോഴത്തെ കുറിച്ചാണ് പറയുന്നത് ചോദിക്കുമ്പോൾ ഞാൻ പറയട്ടെ, ഇനി സമുദ്രമില്ലാത്തൊരു കാലമാണ് 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷമുള്ള പുതിയ ആകാശ പുതിയ ഭൂമി. അന്ന് സമുദ്രമില്ല, പക്ഷേ ഇപ്പോഴാണ് സമുദ്രമുള്ളത്. സമുദ്രം പിന്നെ കണ്ടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കിഴക്കും പടിഞ്ഞാറും സമുദ്രമുണ്ടെങ്കിൽ ഇത് 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതല്ലാതെ ജീവജലം ഒഴുകുന്ന സമയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അല്ല എന്നുള്ളത് വളരെ വ്യക്തമാക്കണം. ഈ കിഴക്കും പടിഞ്ഞാറുമായി വെള്ളം ഒഴുകും. ഈ 2 പ്രവചനങ്ങളും ഒരുമിച്ച് പഠിക്കണം. അപ്പോൾ യെഹെസ്കേൽ പ്രവചനത്തിൽ പറയുന്ന 47-ാമത്തെ അധ്യായവും അതുപോലെ തന്നെ സെക്കരിയ പ്രവചനം 14-ാം അധ്യായത്തിൽ 8-ാം വാക്യം പഠിക്കുമ്പോൾ ഇത് കിഴക്കോട്ടും മാത്രമല്ല ഒഴുകുന്നത്, പടിഞ്ഞാറോട്ടും ഒഴുകുന്നു എന്നുള്ളതിൻ്റെ വ്യക്തത നമുക്ക് ലഭിക്കുന്നുണ്ട്. യോവേൽ പ്രവചനന്റെ പുസ്തകം 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, അന്നാളിൽ പർവ്വതങ്ങൾ പൊതുവീഞ്ഞ് പൊഴിക്കും, കുന്നുകൾ പാലൊഴുക്കും, യഹൂദയിലെ എല്ലാ തോടുകളും വെള്ളമൊഴുക്കും, യഹോവയുടെ ആലയത്തിൽ നിന്ന് ഒരു ഉറവ പുറപ്പെട്ട് ശിത്തീം താഴ്വരയെ നനയ്ക്കും. അപ്പോൾ ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് പുറപ്പെടുന്ന വെള്ളം എവിടെയൊക്കെ ഒഴുകുന്നു എന്നുള്ളതിനെ പറയുമ്പോൾ ശിത്തീം താഴ്വരയെ നനയ്ക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശിത്തീം താഴ്വരയെ നനയ്ക്കും. അപ്പോൾ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഒഴുകുന്ന വെള്ളത്തെക്കുറിച്ച് പറഞ്ഞാണ് ശിത്തീം താഴ്വരയെ നനച്ചിട്ടായിരിക്കും അത് കടലിൽ വീഴുന്നത് എന്നുള്ളതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാനിതിൻ്റെ ഭൂപടമായിരിക്കുന്ന എങ്ങനെയാണ് ഒഴുകുന്നതിൻ്റെ റൂട്ട് ഞാൻ കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അത് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ശിത്തീം താഴ്വരയെ നനച്ചുകൊണ്ട് ഇത് കടലിൽ ചെന്ന് വീഴും എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഈ പറയുന്ന 3 പ്രവചനങ്ങളുടെ ബന്ധത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവ് സഭയിൽ വ്യാപരിക്കുന്നതിനെ കുറിച്ചല്ല. 47 47-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നുള്ളത് വ്യക്തമാണല്ലോ. അപ്പൊ ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സെക്കരിയ 14-ാം അധ്യായം 8-ാം വാക്യവും യോവേൽ പ്രവചനം 3-ാം അധ്യായം 18-ാം വാക്യം കൂടെ വായിച്ചിട്ട് ഒന്ന് പറയണം ഏതാണെന്നുള്ളത്. ഇവിടെ പറയുന്നത് ശിത്തീം യഹോവയുടെ ആലയത്തിൽ നിന്ന് ഒരു ഉറവ പുറപ്പെട്ട് ശിത്തീം താഴ്വരയെ നനയ്ക്കുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞതല്ല. ഇതൊന്ന് അക്ഷരികമായിട്ട് ഒഴുകാനുള്ള ഒരു നദിയാണ്. അതിനെ ഒരിക്കലും കൂട്ടിക്കുഴച്ച് പരിശുദ്ധാത്മാഭിഷേകത്തോടുള്ള ബന്ധത്തിൽ പഠിപ്പിക്കരുത് എന്ന് ദൈവവചനത്തിന്റെ ആധികാരികതയിൽ 3 വചനങ്ങളെ എടുത്തു തെളിയിച്ചുകൊണ്ടാണ്
ഞാനത് അങ്ങനെയല്ല എന്ന് സ്ഥാപിച്ചിരിക്കുന്നത്. ഇനിയും ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷേ വചനത്തിൻ്റെ അകത്തെ കാര്യങ്ങളെ എനിക്ക് മാറ്റിമറിക്കാൻ കഴിയത്തില്ല. അനേകർ പാടുന്നത് കൊണ്ടോ പലരും പഠിപ്പിക്കുന്നത് കൊണ്ടോ ഒന്നും അത് വചനം സത്യമല്ലാതെ തീരുന്നില്ല. ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം നോക്കിയല്ല ദൈവം തൻ്റെ വചനത്തെ എഴുതിയിരിക്കുന്നത്. ചിലർ അഗ്നിസ്നാനത്തെക്കുറിച്ച് പാട്ടൊക്കെ എഴുതാറുണ്ട്. പക്ഷേ അഗ്നിസ്നാനം എന്താണെന്ന് വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അനേകർ പാടുന്നത് കൊണ്ടോ അനേകർ അതിനെ മനസ്സാക്കുന്നതുകൊണ്ടോ വലിയ വലിയ പ്രഭാഷകർ അതേക്കുറിച്ച് പ്രസംഗിക്കുന്നത് കൊണ്ടോ എനിക്കതിൻ്റെ സത്യത്തെ വെളിപ്പെടുത്താതിരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് വളരെ ഭയത്തോടും സ്നേഹത്തോടും നിർമ്മലതയോടും കൂടി യഹെസ്കേൽ 47 അധ്യായത്തെ ദൈവസഭയിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവുടെ ബന്ധത്തിൽ ആരും പഠിപ്പിക്കരുത്, അതിനെ ധരിക്കരുത് എന്ന് യഹെസ്കേൽ പ്രവചനം അതിൻ്റെ 1 മുതൽ 47 അധ്യായം 1 മുതൽ അതിൻ്റെ 12 വരെയുള്ള വാക്യങ്ങളുടെ ബന്ധത്തിലും, അത് യോബേൽ പ്രവചനത്തിന്റെ 3 അധ്യായം 18 വാക്യത്തിലുള്ള ബന്ധത്തിലും, സെക്രാവിന്റെ പ്രവചനം 14 അധ്യായം 8 വാക്യത്തിലുള്ള ബന്ധത്തിലും തുലനം ചെയ്ത് പഠിച്ചിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ അല്ലയോ എന്നുള്ളത് അത് ഹൃദ്യസ്ഥമാക്കണമേ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ തുടർന്ന് വേഗത്തിൽ വായിച്ചതിന്റെ പൂർണ്ണതയിലേക്ക് എത്താൻ കർത്താവിൽ സ്ഥാനപ്പെടുകയാണ്. അപ്പോൾ അവൻ എന്നോട് അരുളി ചെയ്തത്, ഈ വെള്ളം കിഴക്ക് കടലിലേക്ക് ഒഴുകി പുറപ്പെട്ട് അരാബിയയിലേക്ക് ഒഴുകി കടലിൽ വീഴുന്നു. ഒഴുകിച്ചെന്ന വെള്ളം അത് കടലിൽ വീണിട്ട് അതിലെ വെള്ളം പഥ്യമായി തീരുമെന്നാൽ ഈ നദി ചെന്നു ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യമുണ്ടാകും. മീൻപിടുത്തക്കാരൊക്കെ ലജ്ജിച്ചു പോകുന്ന, മീനില്ലാത്തൊരു കാലഘട്ടം വന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ ഇവിടെ തന്നെ നമുക്കറിയാം, ചൂട് കൂടിയപ്പം തന്നെ പണ്ട് ഇവിടെ സുലഭമായിക്കൊണ്ടിരുന്ന മത്തിയെല്ലാം ഇവിടുന്ന് സ്ഥലം വിട്ടെന്നാണ് പറയുന്നത്. ഇവിടുന്ന് ഓടിപ്പോയി. ഇപ്പം അയലയെ പിടിക്കുന്നുണ്ട്. അയല വെള്ളത്തിനടിയിൽ എവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അതൊക്കെ ചൂട് കൂടിയപ്പോഴത്തേന് സ്ഥലം വിടുക. അപ്പം അങ്ങനെ ഇതെല്ലാം ഓടിപ്പോയി അവസാനം എല്ലാം ചത്തുപോകും. ഒരു കാലഘട്ടം വരും, ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം ഇപ്പോൾ ഓട്ടം തുടങ്ങിയിരിക്കുക. എന്നാൽ ഒരു സമയം വരാൻ പോയി എല്ലാം ചത്ത് രക്തം പോലെ ആയിത്തീരും. മനുഷ്യരുടെ രക്തം പോലെ സമുദ്രമായിത്തീരും. അതിൻ്റെ കാരണം ഞാൻ വിചാരിക്കുന്നത്, ഇത്രയും സമുദ്രത്തിലുള്ളെല്ലാം ചത്തു പൊങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ രക്തം തന്നെ അവിടെ ദൈവം അതിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതാ രക്തമായി തീരത്തില്ലേ? ഇപ്പം അവിടെയുള്ള തിമിംഗലങ്ങളും, നമുക്കറിയാമല്ലോ, മനുഷ്യൻ്റെ രക്തം കൊണ്ട് മലകൾ ഒഴുകി പോകുന്ന പഠിച്ചത്തിലുണ്ടെങ്കിൽ ഈ കലശങ്ങളും ഒക്കെ ഒഴിക്കുന്ന സമയത്തുണ്ടാകുന്ന ദൈവത്തിൻ്റെ ക്രോധം മുഖാന്തരമായി ഈ സമുദ്രത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും അത് ചത്തതിൻ്റെ അത് ശ്വാസം മുട്ടി ചത്തോ അല്ലെങ്കിൽ എങ്കിലും ചത്ത അതിൻ്റെ ബ്ലഡെല്ലാം ഒഴുകുകയാണെങ്കിൽ ഇവനെ രക്തം ആയിത്തീരാനുള്ള ഒരു ഘടകം അതാ. ഞാൻ പറഞ്ഞത് അങ്ങനെയുമാകാം. വെള്ളം ചീഞ്ഞു നാറാം. വളരെ ദുസ്സഹകരമായ അവസ്ഥ വരാം. എന്താണ് അന്നത്തെ അതേക്കുറിച്ചുള്ള പറയുമ്പോൾ വളരെയധികം ഭയാനകമായ ദിവസം. അതേക്കുറിച്ച് കൂടുതലായിട്ടുള്ളൊരു അത് സംബന്ധമായൊരു പഠനം നമുക്ക് ആവശ്യമാണ്. അന്ന് വ്യക്തമായി തീരുമ്പോൾ ഇത് മുഴുവൻ ചത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഇത് എന്തായിത്തീരും, അന്നത്തെ അവസ്ഥ എന്തായിരിക്കും, അവിടെയുള്ള അത് എല്ലാം ആയിത്തീരുന്നാൽ ആ സമയത്തും ഇതിൻ്റെ മുട്ടകളും ഇതിൻ്റെ വംശം നിലനിൽക്കാൻ വേണ്ടിയുള്ള ചെറിയ ചെറിയ പ്രാണികളും അന്നവിടെ കാണും. എന്നാൽ ഈ ഓക്സിജനുള്ള വെള്ളം ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് പുറപ്പെട്ട് ഈ കിഴക്കും പടിഞ്ഞാറേ കടലിലേക്ക് എത്തുന്നത് കൊണ്ട് അവിടെ വീണ്ടും ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ വളരെ മത്സ്യമുണ്ടാകും. ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും അത് പഥ്യമായിരുന്നു. പറഞ്ഞാൽ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഒഴുകി വെള്ളം ഇങ്ങനെ ഒഴുകി അത് പ്രിയപ്പെട്ടവരെ ലോകത്തിലുള്ള എല്ലാ സമുദ്രത്തിലേക്കും അത് എത്തി. ഇന്ത്യൻ മഹാസമുദ്രത്തിലെത്തും, പസഫിക്കിലെത്തും, അറ്റ്ലാന്റിക്കിലെത്തും. ഇന്ന് കാണുന്ന എല്ലാ സമുദ്രങ്ങളും അത് രക്തമായി തീരും. എന്നാൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, 1000 ആണ്ട് വാഴ്ചയിൽ നമ്മുടെ കർത്താവിടെ രാജ്യഭരണം ഏറ്റെടുക്കുമ്പോൾ അന്ന് രക്തമായി തീരുന്ന സകല വെള്ളവും ഒഴുകി അത് പഥ്യമായി തീരുന്നത് ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് ഒഴുകുന്ന വെള്ളം അത് പൊങ്ങി അത് അത് നീന്തിട്ടല്ലാതെ കടക്കാൻ കഴിയാത്ത ഒരു പ്രവാഹമായി ഒഴുകി കിഴക്കേ അരാബിയയിൽ കൂടി ഒഴുകിയത് കടലിൽ എത്തിച്ചേരുന്നു. പടിഞ്ഞാറോട്ട് ഒഴുകി മെഡിറ്ററേനിയൻ കടലിൽ എത്തിച്ചേരുന്നു. ഇങ്ങനെ വെള്ളത്തിന്റെ പ്രവാഹം ഉണ്ടാകുന്നതുകൊണ്ട് കിഴക്കും പടിഞ്ഞാറും കൂടി ഒഴുകി ഈ വെള്ളം ശുദ്ധിയും താഴ്വരയൊക്കെ നനച്ച് അത് ഫലപുഷ്ടമായിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരും. വളരെയധികം മീൻ അവിടെ ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, അതിൻ്റെ കരയിൽ എൻ ഗതി മുതൽ എൻ എക്ലയും വരെ മീൻ പിടിക്കാർ നിന്ന് വല വീശും. അതിലെ മത്സ്യം മഹാസമുദ്രത്തിലെ മത്സ്യം പോലെ വിവിധ ജാതിയായി അസംഖ്യമായിരിക്കും. ഇത്
ഇതെല്ലാം ചത്തുപോയെങ്കിലും ഇതിൻ്റെ ശേഷിപ്പിനെ ദൈവം വെച്ചിട്ടുണ്ട്. അത് മുട്ടകളാകട്ടെ, ചെറിയ പ്രാണികളാകട്ടെ, കോശങ്ങളാകട്ടെ, അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ശിക്ഷിതമായിരിക്കുന്ന ദൈവത്തിന് അതിനെ ചെയ്യാനറിയാം. അന്ന് ജീവനോടിരിക്കുന്ന ചത്തുപോകും, പക്ഷേ എന്നാൽ ഈ വെള്ളം വരുമ്പോൾ ചലിക്കുന്ന സകല പ്രാണികളും ജീവിക്കും. അതല്ലാതെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവ് വന്നിട്ട് നമ്മളെ ചലിപ്പിക്കുന്നതിനെ കുറിച്ചല്ല ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, നമ്മളെ ജീവിപ്പിക്കുന്നതിനെ കുറിച്ചല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് സംഭവിക്കാൻ പോകുന്ന, അക്ഷരികമായി സംഭവിക്കാനുള്ളത് 1000 ആണ്ട് വാഴ്ചയിലാണ്. അതുകൊണ്ട് ഈ പാട്ടൊന്നും പാടി അന്യഭാഷയിൽ ആരാധിച്ച് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് നമ്മുടെ അറിവില്ലായ്മയിലൊക്കെ ചെയ്തു പോയിട്ടുണ്ട്. നമ്മൾ അതൊക്കെ സംഭവിക്കട്ടെ, അതൊക്കെ കാര്യങ്ങൾ നടക്കട്ടെ. ഏതായാലും ഈ നദി ചെന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് ബന്ധിപ്പിക്കരുത്. ഈ 47-ാം അധ്യായം പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. അതിൻ്റെ അർത്ഥതലത്ത് പഠിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു. ഇത് മീൻപിടുത്തത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ മനുഷ്യനെ പിടിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. എൻഗതി മുതൽ എന്നെക്ലീം വരെ മീൻ പിടിക്കാർ നിന്ന് വല വീശും, അതിലെ മത്സ്യം മഹാസമുദ്രത്തിലെ മത്സ്യം പോലെ വിധജാതിയായി അസംഖ്യമായിരിക്കും. എന്നാൽ അതിൻ്റെ ചേറ്റുകണ്ടങ്ങളും കുഴിനിലങ്ങളും പത്യമായി വരാതെ ഉപ്പുപടനയ്ക്കായി വിട്ടേക്കും. നദീതീരത്ത് ഇക്കരെയും അക്കരെയും തിന്മാൻ തക്ക ഫലമുള്ള സകലവിധ വൃക്ഷങ്ങളും വളരും. അവയുടെ ഇല വാടുകയില്ല, ഫലം ഇല്ലാതെ പോകുകയുമില്ല. അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്നത് കൊണ്ട് അവ മാസം തോറും പുതിയ ഫലം കായ്ക്കും. അവയുടെ ഫലം തിന്മാനും അവയുടെ ഇല ചികിത്സയ്ക്കും ഉതകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1000 ആണ്ട് വാഴ്ചയിൽ ദൈവം ഈ വെള്ളത്തെ പഥ്യമാക്കി അനുഗ്രഹമാക്കി തീർത്ത് വീണ്ടും അതിൽ ജീവസമ്പുഷ്ടമാക്കി തീർക്കുന്നതിനെ കുറിച്ചാണ് ഈ നദി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇത് അക്ഷരികമാണെങ്കിൽ, അത് ആത്മീകം, ഇത് അന്ന് നിഴലോടുള്ള ബന്ധത്തിൽ ഇത് അക്ഷരികമായി നടക്കുമ്പോൾ മറ്റൊരു നദി ഒഴുകുന്നതിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കർത്താവിൻ്റെ ഭരണത്തിൻ്റെ ആരംഭത്തിൽ അന്നുണ്ടാകുന്ന ഭൗതിക ഇസ്രായേൽ അതിൻ്റെ മന്ദിരത്തിൽ നിന്ന് ഒഴുകുന്ന വെള്ളമാണെങ്കിൽ, വെളിപ്പാട് പുസ്തകം രേഖപ്പെടുത്തി പുതിയ ആകാശം പുതിയ ഭൂമിയിൽ നദി ഒഴുകുന്നതിനെ കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് അവിടെയാണ് പഠിപ്പിക്കേണ്ടത്. എങ്കിൽ ഇതിനോടുള്ള ബന്ധത്തിൽ ചിലർക്ക് സംശയമുണ്ടായോ, ഇതിങ്ങനെ വായിച്ചവർക്കൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. വായിക്കാത്തവർക്ക് ഒരു കുഴപ്പമില്ല. വായിക്കാത്തവർക്ക് ആർക്കും ഒരു സംശയം ഉണ്ടാകത്തില്ല. വചനം വായിക്കാത്തവർക്ക്, ഞാൻ പറഞ്ഞല്ലോ, വായിക്കുന്നവർക്ക് സംശയം ഉണ്ടാകും, വായിക്കാത്തവർക്ക് സംശയമില്ല. രണ്ടു കൂട്ടർക്കാണ് സംശയം ഉണ്ടാകുന്നത്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അല്പമെങ്കിലും അറിയാവുന്നവർക്ക് വീണ്ടും സംശയം ഉണ്ടാകും. ഒന്നും അറിയാത്തവർക്ക് ഒരു സംശയമില്ല. എല്ലാം അറിയാവുന്നവർക്ക് സംശയമില്ല. എല്ലാം അറിയാമെങ്കിൽ ഒരു സംശയമില്ല. ഒന്നും അറിയത്തില്ലെങ്കിൽ സംശയമില്ല. യജ്ഞപ്രവചനം വായിക്കത്തില്ല, വെളിപ്പാട് പുസ്തകം വായിച്ചിട്ടില്ല, ഒരു പ്രവചനം വായിച്ചിട്ടില്ല, സംശയമില്ല. പക്ഷെ എന്നാൽ വായിച്ചിട്ട് രഹസ്യപ്രവചനം ഇങ്ങനെ വായിച്ചിട്ടുണ്ടല്ലോ. ഈ വെളിപ്പാട് 24-ാം തീയതി പറയുന്നത് എന്താണ്? ജീവജല നദി, ജീവനുള്ള വെള്ളം, എന്താണ് വ്യത്യാസം? എന്താണ് അവിടെ നിൽക്കുന്ന വൃക്ഷങ്ങൾ തമ്മിൽ വ്യത്യാസം? എന്താണ്? ആരെങ്കിലും ശ്രദ്ധിച്ച് വായിച്ചിട്ടുണ്ടോ? എന്താ അങ്ങനെ പറയാൻ കാരണം? എന്താണ് ഇതിനകത്തൊക്കെ? അതുകൊണ്ടാണ് വനത്തുനിന്ന് ഒരു വള്ളിയോ പുള്ളിയോ മാറ്റരുത് പറഞ്ഞിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയല്ലേ, അവിടെ സകല വൃക്ഷങ്ങളൊന്നല്ലേ ഇരിക്കുന്നത്. നമുക്കിതിനെ ജീവവൃക്ഷമാക്കിയേക്കാമെന്ന് പറഞ്ഞാൽ ആരും എഴുതാൻ പോകരുത്. കാരണം ജീവ എന്നുള്ള ഒറ്റ വിഷയമുള്ളൂ, 2 വാക്കേ ഉള്ളൂ, പക്ഷെ ചേർക്കാൻ പാടില്ല. എന്താ കാരണമെന്നറിയാമോ? എന്താണ് കാരണമെന്ന് ഞാനത് വായിച്ചിട്ട് പറയാം. 22-ാം അധ്യായം, വെളിപ്പാട് 22-ാം അധ്യായം, അതിൻ്റെ 1 വീതിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെ സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജലനദിയും അവൻ എന്നെ കാണിച്ചു. ഇത് യെരൂശലേം ദേവാലയത്തിന് ഒഴുകുന്നതല്ല, ദൈവത്തിൻ്റെ സിംഹാസനത്തിന് കീഴിൽ, അഥവാ പിതാപുത്രൻ ഇരിക്കുന്ന ആ സിംഹാസനത്തിൽ ഞാനും നിങ്ങളും ഇരിക്കാനുള്ളവരാ എന്ന് പറഞ്ഞാൽ, കൃപയാൽ നാം ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ അവൻ്റെ മണവാട്ടിയിരിക്കും. ഇന്ന് രാത്രിയിൽ വെളിപ്പാട് 22-ാം അധ്യായം വായിക്കുമ്പോൾ ഒരവസാനം പഠിപ്പിച്ച് തീർക്കേണ്ടതാ. അതുകൊണ്ട് പ്രത്യാശയോടെ വേണ്ടത് പഠിക്കാനായിട്ട്, എൻ്റെ മർമ്മത്തെക്കുറിച്ച് പഠിപ്പിച്ച് മനുഷ്യൻ ആരാകുന്നു, അവൻ്റെ വില എന്താകുന്നു എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കേണ്ടത് അതിനുള്ള ബന്ധത്തിലാണെങ്കിലും ഞാൻ പറയുന്നത്, പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും എന്നെ കാണിച്ചു. നദിക്ക് ഇക്കരെയും അക്കരെയും സകലവിധ വൃക്ഷമുണ്ടെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ജീവവൃക്ഷമുണ്ട്. ഏദൻ തോട്ടത്തിൽ ജീവവൃക്ഷമുണ്ടായിരുന്നു, നന്മതിന്മയുടെ അറിവിന്റെ വൃക്ഷഫലമുണ്ടായിരുന്നു. എന്നാൽ പുതിയ ആകാശം പുതിയ ഭൂമിയുള്ള ബന്ധത്തിൽ അന്ന് ഇവിടെ ഈ നദിക്ക് പളുങ്കുപോലെ ഒഴുകുന്ന ജീവജല നദി,
അത് ജീവനുള്ള നദിയല്ല, ജലനദി. ജീവനുള്ള നദി എന്ന് പറഞ്ഞിരിക്കുന്നത് അത് ഓക്സിജനുള്ളതാണ്. ഈ 47-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഇരുകരയിൽ നിൽക്കുന്നത് സകലവിധ വൃക്ഷങ്ങളുമാണ്. അത് ഈ പറയുന്ന സകലവിധ വൃക്ഷം, അവിടെ ജീവവൃക്ഷം എന്ന് എഴുതിയിട്ടില്ല. അതിന്റെ അക്കരയും അനവധി വൃക്ഷം നിൽക്കുന്ന കണ്ടു. 47-7 അതിന്റെ 12 നദീതീരത്ത് ഇക്കരയും അക്കരയും തിന്മാൻ തക്ക ഫലമുള്ള സകലവിധ വൃക്ഷങ്ങളും വളരും, അവയുടെ വാടുകയില്ല, ഫലമില്ലാതെ പോകുകയുമില്ല. അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ ഒഴുകി വരുന്നതുകൊണ്ട് അവയുടെ ഫലം തിന്മാനും അവയുടെ ഇല ചികിത്സയ്ക്കും ഒതുങ്ങും. എന്നാൽ 1000 ആണ്ട് വാഴ്ചയിൽ കാണുന്ന അനുഭവമല്ല പുതിയ ആകാശ പുതിയ ഭൂമിയിൽ ഉണ്ടാകാൻ പോകുന്നത്. അന്ന് ജീവജല നദിയാണ്. അതിന്റെ ഇക്കരയും അക്കരയും ജീവവൃക്ഷമുണ്ട്. അതിന് 12 വിധം ഫലം കായ്ച്ച്, അതിന് 12 വിധം, ഈ വൃക്ഷം തന്നെയാണ് 12 വിധം ഫലം കായ്ക്കുന്നത്. മാസം തോറും അതത് ഫലം നൽകും. ഇവിടെ വ്യത്യാസം മനസ്സിലാക്കി അത് പഠിപ്പിക്കുന്ന സമയത്ത് ബാക്കി പഠിപ്പിക്കാം. ഇത് എക്സ്കൽപത്തിൽ പറഞ്ഞിരിക്കുന്ന 47-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ജീവനുള്ള നദി എന്ന് പറഞ്ഞിരിക്കുന്നത് സമുദ്രം രക്തതുല്യമായി ഓക്സിജൻ ഇല്ലാതെ കിടക്കുമ്പോൾ ഓക്സിജൻ സമ്പുഷ്ടമായി വെള്ളം ഒഴുകി ഇരു സൈഡിലേക്കും കിഴക്കും പടിഞ്ഞാറുമായിട്ട് ഒഴുകി ചെന്ന് ആ എല്ലാ സമുദ്രങ്ങളെയും മുഴുവനും ജീവസമ്പുഷ്ടമാക്കി മാറ്റുവാൻ വേണ്ടിയാണ് ഈ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് 47 പറയുന്നത്. ഈ നദിയുടെ ഇക്കരയും അക്കരയുമായിട്ട് സകലവിധ വൃക്ഷങ്ങളും ഉണ്ടായിരിക്കും. അതിൻ്റെ വൃക്ഷത്തിന്റെ സകലവിധ വൃക്ഷങ്ങളും മാസം തോറും പുതിയ ഫലം പുറപ്പെടുവിക്കും. അതിൻ്റെ ഇല വാടുകയില്ല. അതിലെ വെള്ളം വിശുദ്ധമായ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്നതുകൊണ്ട് അവ മാസം തോറും പുതിയ ഫലം കായ്ക്കും. അവയുടെ ഫലം തിന്മാനും അവയുടെ ഇല ചികിത്സയ്ക്കും ഉതകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് 1000 ആണ്ട് വാഴ്ചയിലെ ചികിത്സയുള്ള ബന്ധത്തിൽ, ഫലത്തോടുള്ള ബന്ധത്തിൽ പറയും. പക്ഷെ ഇത് കഴിച്ചാൽ മരണം മാറിപ്പോകത്തില്ല. ഇത് ജീവവൃക്ഷമല്ല, നിത്യജീവനുള്ള ബന്ധത്തിലുള്ള വിഷയമല്ല. അത് 1000 ആണ്ട് വാഴ്ചയിലാണ്. അത് കഴിഞ്ഞിട്ട് പുതിയ ആകാശ പുതിയ ഭൂമിയുടെ ബന്ധത്തിൽ പാപമില്ലാത്ത മരണമില്ലാത്ത ആ സമയത്താണ് ജീവവൃക്ഷം ജീവ നദിയുടെ ഇരുകരകളിലും ഉണ്ടാകുന്നത്. ഏതെൻ തോട്ടത്തിൽ ഒറ്റ മരമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ അത് പിശാചു മുഖാന്തരമായി, സാത്താൻ മുഖാന്തരമായി അതിലെ ഫലം കഴിക്കാൻ കഴിയാത്ത വിധത്തിൽ അത് ഭൂമിയുടെ അതോ ഭാഗത്തേക്ക് അത് എടുക്കപ്പെട്ടു പോയെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഒരു വർഷമല്ല അനേക ജീവവർഷങ്ങളാണ് പുതിയ ആകാശ പുതിയ ഭൂമിയിൽ ഉണ്ടാകാൻ പോകുന്നത്. 1000 ആണ്ട് വാഴ്ചയിൽ ജീവനുള്ള വെള്ളം പുറപ്പെടുന്ന ഈ വെള്ളം പഥ്യമായതുകൊണ്ട്, മന്ദിരത്തിൽ നിന്ന് ഒഴുകുന്ന വെള്ളമായതുകൊണ്ട് അനുഗ്രഹ സമ്പുഷ്ടമായ വെള്ളമായിരിക്കും. പക്ഷെ അത് ജീവജല നദിയല്ല. അതിൻ്റെ ഇരുകരയുമുള്ള വൃക്ഷങ്ങൾ സകല വൃക്ഷങ്ങളുമാണ്. അതും വർഷത്തിൽ 12 തരം ഫലം കായ്ക്കും. അതിൻ്റെ ഇല ചികിത്സയ്ക്കുതകും. പക്ഷെ ഇത് 47-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, വെളിപ്പാട് 22-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വ്യത്യാസം മനസ്സിലാക്കി 1000 ആണ്ട് വാഴ്ചയും പുതിയ ആകാശ പുതിയ ഭൂമിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. അതിൻ്റെ ആ സമയത്ത് അത് ഒന്നുകൂടി പഠിപ്പിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട്, ഇത് പരിശുദ്ധാത്മാവിന്റെ നിദാനമോ പരിശുദ്ധാത്മാവ് ഒഴുകുന്നതിനെ കുറിച്ചോ അല്ല പറഞ്ഞിരിക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്നും എന്തിനു വേണ്ടിയാണ് ഒഴുകുന്നതും എന്നുള്ളത് വ്യക്തമാക്കിയതുകൊണ്ട് ഞാൻ ഇതിന്റെ പഠനത്തിൽ നിന്ന് അടുത്തതിലേക്ക് പോകാൻ താല്പര്യപ്പെടുകയാണ്. കാരണം അല്ലെങ്കിൽ ഇനിയും എന്നെ വിശദീകരിച്ച് പോയി കഴിഞ്ഞാൽ എനിക്ക് ഈ പറയുന്ന ക്ലാസ്സിൽ പോയി ഇത് ആവശ്യമായ കാര്യങ്ങൾ മനസ്സിലാകേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനെ സാധാരണ രീതിയിൽ ന്യായമായ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നവർക്ക് ഇതിനെ ഗ്രഹിച്ചെടുക്കാനുള്ളതേ ഉള്ളൂ. അതിനെ വിരുദ്ധമായിട്ട് ആരും തന്നെ ചോദ്യങ്ങളായിട്ട് എഴുന്നേൽക്കത്തില്ല എന്ന് പറയും. പിന്നെ ന്യായമായ കാര്യങ്ങൾ വിശ്വസിക്കാത്തവരെ എത്ര ന്യായങ്ങൾ നിരത്തിയായിട്ട് അംഗീകരിക്കത്തില്ല. അങ്ങനെയുള്ളവരോട് എനിക്ക് സംസാരിക്കാനും താല്പര്യമില്ല. ഇതിൽ കൂടുതൽ ന്യായം നിരത്തി ഇത് പരിശ്രമാവിന് നിദാനമല്ല തെളിയിക്കുവാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ നിങ്ങളുടെ ഇഷ്ടത്തിനും നിങ്ങളുടെ താല്പര്യത്തിനും നിങ്ങളുടെ ഹൃദയത്തിന്റെ വിശാലമായിരിക്കും ചിന്താഗതിക്കും ഈ വിഷയത്തെ വിട്ടുനിന്നുകൊണ്ട് ഞാൻ തുറന്നുള്ള ഭാഗത്തേക്ക് പ്രവേശിപ്പാൻ സന്നദ്ധപ്പെടുകയാണ്. അപ്പോൾ പൊതുവാന ഭൂമിയിൽ ജീവജലനദിയാണ് സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നത്. അവിടെ ജീവവർഷമായി ഇരുകരയിലും നിൽക്കുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. ഏകദേശം നമ്മൾ ചിന്തിച്ച് ഉഷ്ണം, ശീതം, മഴ, മഞ്ഞ് എന്നീ കാലങ്ങളെല്ലാം സഹസ്രാബ്ദ കാലത്തിലും ഉണ്ടായിരിക്കും. ജീവനുള്ള വെള്ളം ദൈവത്തിന്റെ മണ്ണിൽ നിന്ന് പുറപ്പെടുകയും മലകളിലും കുന്നുകളിലും നീരുറവുകൾ ഉണ്ടാവുകയും ചെയ്യുന്നതുകൊണ്ടാണ് ദൈവകോപത്തിൽ രക്തമായി തീർന്ന വെള്ളം ശുദ്ധമായി പഥ്യമായി തീർന്നത്. അതുകൊണ്ട് സമുദ്രത്തിലെ ജീവജാലങ്ങൾ ആ കാലത്ത് വൻ വർധനവുണ്ടാകും. മലിനീകരണമില്ലാത്ത അനുഗ്രഹിക്കപ്പെട്ടൊരു കാലഘട്ടത്തിലേക്ക് ഈ പറയുന്ന സമുദ്രങ്ങൾ മാറും. നിങ്ങൾ കടൽ തീരത്ത് താമസിക്കുന്നെങ്കിൽ, കടലിനടുത്ത നിങ്ങൾക്ക് നോക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ കടലിനെ നോക്കി പറയണം, ഈ വെള്ളമെല്ലാം രക്തമായി തീരും. ഇതിലെ സകല മത്സ്യങ്ങളും ഇതിൽ കാണുന്ന സകല ജീവജന്തുക്കളും ചത്തുപോകും.
എന്നാൽ അതേ കരമുയർത്തി നിങ്ങൾ പറയണം, 1000 ആണ്ട് എൻ്റെ കർത്താവിടെ ഭരിക്കാൻ വരുമ്പോൾ അന്ന് ഞാൻ അവനോട് കൂടെ ഈ പറയുന്ന നദികളെല്ലാം കാണും. ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് ഒഴുകുന്ന വെള്ളം കൊണ്ട് അന്ന് ജീവ മനുഷ്യതുല്യമായ രക്തതുല്യമായി തീർന്ന മരിച്ചവൻ്റെ രക്തം പോലെയായി തീർന്ന ആ വെള്ളം മുഴുവനും ഈ ദൈവത്തിൻ്റെ യെരൂശലേമിൽ നിന്ന് ഒഴുകുന്ന വെള്ളം അവിടുന്ന് പുറപ്പെടും. ആരെല്ലാം യെരൂശലേമിനെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും, ആരെല്ലാം അതിനെ ഭൂമിയിൽ നിന്ന് തുടച്ചേക്കാൻ ശ്രമിച്ചാലും, എത്ര ന്യൂക്ലിയർ ബോംബ് അവിടെ ഇട്ടാലും ഇസ്രായേലിന്റെ മണ്ണ് നഷ്ടപ്പെട്ടു പോകത്തില്ല. ദൈവത്തിന്റെ 1000 ആണ്ട് വാഴ്ചയിൽ മഹാരാജാവിന്റെ നഗരമായി തീരേണ്ട യെരൂശലേം നിലനിൽക്കുക തന്നെ ചെയ്യും. എന്നാൽ അതിനു മുമ്പായി വലിയ കഷ്ടതയിലൂടെ എല്ലാ സൃഷ്ടികളും കടന്നു പോകേണ്ടി വരും. ഭൂമി കടന്നു പോകേണ്ടത് വരും, സമുദ്രം കടന്നു പോകേണ്ടി വരും, പ്രപഞ്ചം കടന്നു പോകണം, യെരൂശലേം കടന്നു പോകണം. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് വരാൻ പോകുന്നത് സമ്പൽ സമൃദ്ധിയുള്ള അനുഗ്രഹപൂർണമായിരിക്കുന്ന ഒരു കാലമായിരിക്കും. അതുകൊണ്ട് അറ്റ്ലാന്റിക്കിനെ കാണുമ്പോൾ, ഇന്ത്യൻ മഹാസമുദ്രത്തെ കാണുമ്പോൾ, അറബിക്കടലിനെ കാണുമ്പോൾ, അത് നമുക്ക് കാണാൻ പറ്റുന്ന ഏത് കടലിനെ കാണുമ്പോഴും പറയണം, ഇതെല്ലാം നിശ്ചലമായി തീരാൻ പോകുക. മരിച്ചന്റെ രക്തം പോലെ ആയിത്തീരും. എന്നാൽ എൻ്റെ കർത്താവ് അവൻ 1000 ആണ്ടോടെ വാഴുമ്പോൾ യെരൂശലേമിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന നദി അത് വലിയൊരു നദിയായി ഒഴുകി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഒഴുകി സിത്തിൻ താഴ്വരയെ നനച്ചുകൊണ്ട് ഒരു ഭാഗം ഒഴുകുമ്പോൾ അത് മെഡിറ്ററേനിയനിലും അറബിക്കടലിലും ഒക്കെ ചെന്ന് ചേരുന്ന ആ വെള്ളം മുഴുവൻ ഒഴുകി ലോകത്തിലുള്ള സകല കടലുകളിലെ വെള്ളത്തെയും അത് വീണ്ടും സജീവമാക്കി തീർക്കും എന്നുള്ളത് കൂടി നാം മനസ്സിപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്നത് മുഴുവനും ഭാവി കാലത്ത് 1000 ആണ്ട് വാഴ്ച എന്നുള്ളത് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പം അതിന് മുമ്പ് നടക്കുന്ന എതിർക്രിസ്മസ് സമയത്ത് വരാനുള്ള സംഭവങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒരു ഭാഗത്ത് മുഴുവനും നമ്മൾ നശിപ്പിക്കുന്നത് കോപത്തെക്കുറിച്ചാണ് പറയുന്നെങ്കിൽ, മറുഭാഗത്ത് ദൈവം മുറിവ് കെട്ടുന്ന കാലഘട്ടം വരാൻ പോകുക. നശിപ്പിക്കുന്നതിന് വിപരീതമായി ദൈവം പിന്നെയും പുനഃസ്ഥാപിച്ചെടുക്കാൻ പോകുക. 1000 ആണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും. അതെ, ഒന്നാമത്തെ ആകാശത്തിൽ പാപമുണ്ടായപ്പോൾ ഒന്നാമത്തെ ഭൂമി പാഴും ശൂന്യമായി തീർന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും തീക്കായി കരുതിയിരിക്കുന്നു. എന്നാൽ ദൈവം ഈ എതിർക്രിസ്തുവിന്റെ ഭരണത്തോടുള്ള ബന്ധത്തിൽ സാത്താനിക ഭരണം അവസാനിപ്പിക്കുമ്പോൾ, സാത്താനിക ഭരണത്തിൽ ദൈവത്തിന്റെ കോപം ഇവിടെ ചൊരിയുമ്പോൾ ഈ പ്രപഞ്ചത്തിനും സകലത്തിനും അതിൻ്റെതായിട്ടുള്ള സൃഷ്ടികൾക്കെല്ലാം നാശങ്ങളുണ്ടാകും. എന്നാൽ അതേ സൃഷ്ടിയെ വീണ്ടും ദൈവം പുനഃസ്ഥാപിച്ചെടുത്ത് മനോഹരമായി അനുഗ്രഹിക്കപ്പെട്ട അതേ സൂര്യന്റെ പ്രകാശം 7 മടങ്ങ് പോലെയും ചന്ദ്രന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശം പോലെ ശോഭിക്കുന്ന പ്രശാന്ത സുന്ദരമായിരിക്കുന്ന ഒരനുഭവത്തിൽ നദികൾ, അതേ സമുദ്രങ്ങളെല്ലാം അനുഗ്രഹപുഷ്ടമായി തീരും എന്നുള്ളതും ഈ ഭാഗത്ത് നമുക്ക് ചിന്തിപ്പാൻ മനസ്സിലാകുന്നുണ്ട്. സമുദ്രത്തിന്റെ എല്ലാ ദ്വീപുകളും ദൂരത്തകർന്നിരിക്കും. അതുപോലെ എല്ലാ കുന്നുകളും താഴ്വകളെല്ലാം നികന്നു വരികയും ചെയ്യുന്ന ഒലിവുമല 1000 ആണ്ട് വാഴ്ചയിൽ കാണുകയില്ല. ഇന്ന് കാണുന്ന ഒലിവുമല 1000 ആണ്ട് വാഴ്ചയിൽ കാണുകയില്ല. ഇന്ന് ഇല്ലാത്ത ഒരു നദി യെരൂശലേമിൽ നിന്ന് ഒഴുകും. യെരൂശലേമിൽ എന്തെങ്കിലും പോകാൻ ഭാഗ്യം ലഭിച്ചാൽ പോയിട്ടുള്ളവർ ഓർത്താൽ മതി. അവിടെ ചെന്നിട്ട് യെരൂശലേം ദേവാലയത്തിൽ നിന്ന് ദൈവം സൃഷ്ടിക്കാൻ പോകുന്ന ആലയത്തിൽ നിന്ന് ഒഴുകാൻ പോകുന്ന വെള്ളം കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഒഴുകുന്നതിനെ കുറിച്ചൊക്കെ പോയി മനസ്സിലാക്കുക. ഇനി ഇപ്പോൾ പോകാൻ പറ്റിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. നമ്മുടെ ദൈവകൃപയാൽ നമുക്ക് തേജസ്സൊക്കെ പ്രാപിച്ച് അവൻ്റെ മണവാട്ടിയായി തീർന്ന് അവനോടുകൂടെ വരാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളും വന്ന് ഇതെല്ലാം നാം അവനോടുകൂടെ കാണും. എത്രയൊക്കെ സന്തോഷമുണ്ട്. ഈ പറയുന്ന ഭാവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ വെറുതെ ഒരു മോഹം ജനിപ്പിക്കുകയല്ല. എൻ്റെ ദൈവത്തിന് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അക്ഷരം പ്രതി ഒരക്ഷരം പോലും മാറാതെ നിവൃത്തിയാകുമെന്നുള്ള വിശ്വാസം ഇടയവനുണ്ട്. അതങ്ങനെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നിവൃത്തിയാകും. ആകാശം ഭൂമിയും മാറിപ്പോകും. ദൈവത്തിൻ്റെ വായിൽ നിന്ന വചനങ്ങൾക്കോ ഒരു നാളും മാറ്റമുണ്ടാകുകയില്ല. എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അത് ഈ ലോകത്തിൽ കഷ്ടം സഹിച്ചു, ബുദ്ധിമുട്ട് അനുഭവിച്ചു, വേദന അനുഭവിച്ചു, നിങ്ങൾക്ക് വരാൻ പോകുന്ന കാലത്ത് നന്മയുണ്ട്, ഇതെല്ലാം അനുഭവിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കഷ്ടത മാത്രമല്ല ഇതിനുപകരിക്കുന്നത്. ഭൂമിയിൽ സുഖത്തോടെ വസിക്കുവാൻ, കണ്ണുനീർ മാറുവാൻ, ആശ്വാസം ലഭിക്കുവാനൊക്കെ നമുക്ക് കൃപ തന്നിട്ടില്ലേ? നമ്മളെല്ലാം ദൈവം സ്വസ്ഥത നൽകിയിട്ടില്ലേ? എന്നും കരഞ്ഞിരിക്കാൻ ദൈവം സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നും തകരാൻ ദൈവം സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. നമുക്ക് നീക്കുപോക്ക് തന്നില്ലേ? നശിച്ചു പോകാൻ നമ്മെ കരുതിയില്ലേ?
വെറും മോഹവാഗ്ദാനങ്ങൾ പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും വരാൻ പോകുന്ന കാലത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് മോഹന വാഗ്ദാനം നൽകുന്നതല്ല. ക്രിസ്തുവിൽ വിശ്വാസം വന്ന ദൈവമക്കൾക്കറിയാം. അത് ഒരുപക്ഷെ വലിയ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങുന്നത് പറയുവാൻ, പാപം നീങ്ങിയ ഹൃദയത്തോടെ, ശുദ്ധമായ ഹൃദയത്തോടെ, അത് പാപം നീങ്ങി എന്നുള്ള ഭാരം മാറി അത് നിത്യതയെക്കുറിച്ചുള്ള വലിയ ഭാഗ്യത്തോട് ജീവിക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയ ഭാഗ്യമൊന്നുമില്ല. അതെന്ന കുഞ്ഞാടിൻ്റെ രക്തത്തിനായി രാത്രി ഞാൻ സ്തോത്രം ചെയ്യുന്നു. അവൻ്റെ ജീവനുള്ള രക്തത്തിൻ്റെ ശക്തിക്കായി സ്തോത്രം ചെയ്യുന്നു. നമ്മൾ യാവരിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അവൻ പറഞ്ഞിരിക്കുന്ന വാക്കുകൾക്ക് മാറ്റമുണ്ടാകുകയുമില്ല. ആധിപത്യവും അതിൻ്റെ നഗരത്തിൻ്റെ അതിർത്തികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ദൈവം ഭരിക്കാൻ പോകുന്ന യെരുശലേം നഗരത്തെക്കുറിച്ച്, അതിൻ്റെ അതിർത്തിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സകല 19-10 വാക്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ എഫ്രൈമിൽ നിന്ന് രഥത്തെയും യെരുശലേമിൽ നിന്ന് കുതിരയെയും ഛേദിച്ച് കളയും, പടവില്ലും ഒടിഞ്ഞു പോകും. അവൻ ജാതികളോട് സമാധാനം കൽപ്പിക്കും. അവൻ്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റങ്ങളോളമായിരിക്കും എന്ന് പറഞ്ഞാൽ അവൻ്റെ ആധിപത്യത്തിന് ഒരിക്കലും അവസാനമില്ലാത്ത, ദാവീദിൽ സിംഹാസനിക്കുന്ന ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകുകയില്ല. യെശയ്യാവിന്റെ 9-7 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വചനം നിവൃത്തിയാകും. അവന്റെ ആധിപത്യം സർവാധിപത്യമാകുന്നു. അവൻ സകലത്തെയും ആണ് അടക്കി വാഴുന്നത്. സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റങ്ങളോളം എന്നിവിടെ പറഞ്ഞിരിക്കുന്ന സർവ്വഭൂമിയെയും ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കും, അവന്റെ ആധിപത്യം കൊണ്ട് നിറഞ്ഞിരിക്കുമെന്നാണ്. ഏതെങ്കിലും പ്രത്യേക സ്ഥലത്തെ ഒരു ദൈവമല്ല നമ്മുടെ കർത്താവ്. യെരുശലേമിന്റെ മാത്രം ദൈവമല്ല, അവൻ സകല ഭൂമിയുടെയും മഹാരാജാവാണ്. സകലത്തിന് ആധിപത്യമാണ്. രാജ്യങ്ങളുടെ സിംഹാസനങ്ങളെ യുദ്ധത്തിന് സമയിച്ച കുതിരകളോ യുദ്ധായുധങ്ങളോ ഒന്നും വന്ന് ഭൂമി കാണുകയില്ല എന്ന് പറഞ്ഞാൽ കർത്താവ് ഭൂമിയിലായിരിക്കുമ്പോൾ യുദ്ധങ്ങളെ അഭ്യസിപ്പിക്കുകയില്ല. അത് കുന്തങ്ങളെ കൊഴുക്കളായും അമ്പുകളെയൊക്കെ വാക്കത്തികളായി അടിച്ചു തീർക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു. അപ്പോൾ അന്ന് രാജ്യത്തോട് എതിർക്കത്തില്ല, രാജ്യത്ത് യുദ്ധം അഭ്യസിക്കുകയില്ല. കർത്താവ് മാത്രം ബലാശാലിയായി ലോകഭരണം ഏറ്റെടുക്കുന്ന എന്നതിനെക്കുറിച്ച് രേഖപ്പെടുത്തി. ജാതിയോട് അവൻ സമാധാനം കൽപ്പിക്കുന്നതുകൊണ്ട് രഥങ്ങളും കുതിരകളും കാണുകയില്ല. അന്നുള്ള കുതിരകൾ യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കും. യുദ്ധത്തിന് വേണ്ടിയുള്ള കുതിരയായിരിക്കില്ല എന്നുണ്ടായിരിക്കുന്നത് യുദ്ധത്തിന് ചമയിക്കുന്ന കുതിരകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നെങ്കിൽ അന്നത്തെ കുതിരകൾ വിശുദ്ധമായിരിക്കും. രക്തച്ചൊരിച്ചിന് വേണ്ടിയുള്ള കുതിരകളല്ല എന്ന് സക്രിയ 14-20 വാക്യം കുതിരകൾ യുദ്ധത്തിനുള്ളതല്ല എന്ന് വ്യക്തമാക്കുന്നതിനാണ് അവയുടെ മണികളിൽ മേൽ യഹോവയ്ക്ക് വിശുദ്ധം എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവയുടെ കഴുത്തിൽ കെട്ടിരിക്കുന്ന മണികളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യുദ്ധത്തിനുള്ളതല്ല, യുദ്ധമില്ല, യഹോവയ്ക്ക് വിശുദ്ധമാണ്. അപ്പോൾ അങ്ങനെയായിരിക്കും കുതിരകളെ ഒക്കെ അവിടെ കാണുന്നത്. നമ്മൾ യുദ്ധം അഭ്യസിക്കുന്ന യുദ്ധം കാണത്തില്ല. കുതിരകളൊക്കെ യഹോവയ്ക്ക് വിശുദ്ധമെന്ന രീതിയിൽ അതിൻ്റെ കഴുത്തിൽ മണി കെട്ടി യഹോവയ്ക്ക് വിശുദ്ധമായി തീരുന്ന ഒരു കാലഘട്ടം വരാൻ പോകുന്നു. ജാതിക്ക് നേരെ വാളോങ്ങിയില്ല, അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയുമില്ല. മുന്തിരികളുടെ കീഴിലും അത്തിവൃക്ഷത്തിന്റെ കീഴിലും പാർക്കത്തക്കവണ്ണം നിർഭയത്വവും സമാധാനമുള്ള കാലഘട്ടമായിരിക്കും കർത്താവിലൂടെ ഭരിക്കുമ്പോൾ ഉണ്ടായിരിക്കുന്നത്. യെശയ്യാ 2-4 മീഖായുടെ 1-4 വാക്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. യെശയ്യാ നമ്മൾ പഠിച്ചത് അന്ത്യകാലത്തെ കുറിച്ച് അതുപോലെ പ്രവചനമാണ്. 2 മീഖാൻ അന്ത്യകാലത്തെ ആലയുള്ള പ്രവചനം പറഞ്ഞിരിക്കുന്നത് അന്ത്യകാലത്തിന്റെ അവസാനത്തിന്റെ കർത്താവ് 1000 ആണ്ട് വാഴ്ചയുള്ള ബന്ധത്തിൽ തന്റെ രണ്ടാമത്തെ അവരോടുള്ള ബന്ധത്തിൽ ആരംഭിക്കുന്ന കാലഘട്ടത്തെ കുറിച്ചാണ് യെശയ്യാവിന്റെ പ്രവചനം 2 മീഖായുടെ 14 പറയും. മഹാരാജ നഗരമായ യെരുശലേമിന്റെ അതിർത്തികളെ കുറിച്ചുള്ള വ്യക്തമായ രേഖാവിവരണം പ്രവചന പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ യെരുശലേമിന്റെ അതിർത്തിയെ കുറിച്ചുള്ള വിവരണം പറഞ്ഞിട്ടുണ്ട്. കാരണം അത് പ്രത്യേക ഒരു നഗരമായിരിക്കും. സകല 14-10 ദേശം മുഴുവൻ മാറി ഗേബ് മുതൽ യെരുശലേമിന് തെക്ക് ലിമ്മോൻ വരെ സമഭൂമിയായി തീരും. നഗരമോ ഉന്നതമായ സ്വസ്ഥാനത്ത് ബെന്യാമിൻ ഗോപുരം മുതൽ പണ്ടത്തെ ഗോപുരത്തിന്റെ സ്ഥാനം വരെ കോൺ ഗോപുരം വരെ തന്നെ ഖനന്റെ ഗോപുരം മുതൽ രാജാവിന്റെ ചക്കാലുകൾ വരെ നിവാസികളുള്ളതാകും. അപ്പൊ ഇവിടെ മനുഷ്യനെല്ലാം പിടിക്കപ്പെട്ട് പ്രവാസത്തിലേക്ക് പോകും. എന്നാൽ അവിടെ എവിടെയെല്ലാം നിവാസം ഉണ്ടാകണം, അതിൽ അതിർത്തി എന്തൊക്കെയാണെന്ന് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്വസ്ഥാനത്തുനിന്ന് എന്നുള്ള ഉദ്ദേശിച്ച് തന്നെയാണെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് സഹസായുഗത്തിൽ ഭരണനഗരം പണിയപ്പെടുന്നത് യെരുശലേം എന്ന മഹാരാജാവിന്റെ നഗരത്തിലാകുന്നു. യിരെമ്യാ പ്രവാചകൻ ഇത് സംബന്ധമായി രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവചനം കൂടി ഞാൻ വായിക്കാം. യിരെമ്യാ പ്രവചനം 31-38-39 വാക്യങ്ങൾ. ഈ നഗരം ഖനനേൽ ഗോപുരം മുതൽ കോൺവാതിൽ വരെ യഹോവയ്ക്കായി പണിവാനുള്ള കാലം വരുന്ന യഹോവയുടെ പാട്.
ഇതേ പ്രവചനമാണ് നമുക്ക് സെഖര്യാ പ്രവചനം 14-ാം അധ്യായത്തിൽ 10-ാം വാക്യത്തിൽ. അപ്പം ഞാൻ പറഞ്ഞത് ഒരു പ്രവചനം ഒരു ഒറ്റ പ്രവചനമായിട്ട് നിൽക്കുകയല്ല, അതിനോടനുബന്ധമായി നിരവധി പ്രവാചകന്മാർ പ്രവചിച്ചിരിക്കുന്ന പ്രവചനങ്ങൾ നമുക്കത് കാണാൻ സാധിക്കുന്നു. 47-ാം അധ്യായത്തിലെ പ്രവചനം സെഖര്യാ പ്രവചനം നമ്മൾ കണ്ടല്ലോ. അതുപോലെ നമ്മൾ യോബേൽ പ്രവചനം നമ്മൾ കണ്ടല്ലോ. അതുപോലെ സെഖര്യാ പ്രവചിച്ചിരിക്കുന്ന പ്രവചനം യിരെമ്യാ പ്രവചിച്ചു, ഈ നഗരം ഖനനയിൽ ഗോപുരം മുതൽ കോൺവാതിൽ വരെ യഹോവയ്ക്കായി പണിവാനുള്ള കാലം വരുമെന്ന് യഹോവയുള്ള പാട്. അളവ് വെച്ചിട്ട് പിന്നെയും നേരെ ഗാരേബ് കുന്നിലേക്ക് ചെന്ന് ഗോവാങ്കിലേക്ക് തിരിയും. ശവങ്ങൾക്ക് വെണ്ണീരിനുമുള്ള താഴ്വര മുഴുവനും കിത്രോൺ തോട് വരെയും കിഴക്കോട്ട് കുതിരവാതിലിന്റെ കോണ് വരെയുമുള്ള നിലങ്ങൾ മുഴുവനും യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കും. അതിനെ ഇനി ഒരു നാളും പറിച്ചു കളയുകയില്ല, ഇടിച്ച് കളയുകയുമില്ല. അപ്പോൾ പറിച്ചു കളയും, ഇടിച്ചു കളയും, നശിപ്പിക്കും. അത് എല്ലാവരും കൂടി വാടകോരും എല്ലാം അതിന് നശിക്കും. പക്ഷേ യെരൂശലേമിന്റെ മണ്ണിനെ ദൈവം പറയുകയാണ്, അതിനെ ദൈവത്തിന്റെ രണ്ടാമത്തെ കർത്താവിന്റെ വരവോട് കൂടി അതിനെ ആരും പറിച്ചു കളയും, ഇടിച്ചു കളയാത്ത അവസ്ഥയിലേക്ക് അതിനെ പണിതെടുക്കും. 1000 വാഴ്ച മഹത്ത് രാജാവിന് വേണ്ടി പണിയപ്പെടുന്നു. അതിനെ ആരും ഒരു നാളും പറിച്ചു കളയുകയോ ഇടിച്ചു കളയുകയോ ഇല്ല എന്നുള്ളത് നിത്യാധിപത്യത്തെയാണ് വ്യക്തമാക്കുന്നത്. ഇന്നത്തെ ജനങ്ങളുടെ ജീവിത രീതിയും ദൈവികാരാധനയെക്കുറിച്ചും വേദപുസ്തകം നമുക്ക് തെളിവ് നൽകും. 1000 വാഴ്ചയിലെ ജനങ്ങളുടെ ജീവിത രീതി എന്തായിരിക്കും? അന്നത്തെ ദൈവിക ആരാധന എന്തായിരിക്കും? ഇന്നത്തെ പോലെ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്ന ആരാധനയാണോ ഒന്നും ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് ഭൂമിയിൽ വസിക്കുന്നത് നീതിമാന്മാരായിട്ടുള്ള മനുഷ്യരാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞ അന്ന് ഭൂമിയിൽ വസിക്കുന്ന പറഞ്ഞാൽ നീതിമാന്മാരായിട്ടുള്ള ഈ 1000 വാഴ്ചയിലേക്ക് പ്രവേശിക്കുന്നത്. അന്ന് ഭൂമിയിലുള്ള എല്ലാവരും നീതിമാന്മാരാണെന്നല്ല ഉദ്ദേശിക്കുന്നത്. അന്ന് അവിടെ രീതിയിൽ പാപം പ്രത്യക്ഷപ്പെടും, മരണമുണ്ട്. പക്ഷെ അന്ന് ഭൂമിയിൽ വസിക്കുന്നവരിൽ അന്ന് പ്രവേശിക്കപ്പെടുന്നത് 1000 വാഴ്ചയിലേക്ക് പ്രവേശിക്കപ്പെടുന്നത് ദൈവം വീശിയെടുക്കുന്ന നീതിമാന്മാരായിട്ടുള്ളവരാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ആരംഭത്തിൽ നീതിമാന്മാരായിരിക്കും, എന്നാൽ അവസാനത്തെങ്കിൽ നീതിമാന്മാരല്ല എന്ന് മനുഷ്യർ തന്നെ തെളിയിക്കും. ഭൗതികത്തോട് ബന്ധം നമ്മൾ ചിന്തിക്കുമ്പോൾ മനുഷ്യന്റെ മനസ്സ് മാറാൻ ഇരുളിന്റെ അല്പം സാന്നിധ്യം മതി. വെളിച്ചം നിൽക്കുമ്പോൾ വെളിച്ചത്തിൽ നിൽക്കും. ഇരുളിന്റെ സ്പർശനം ഉണ്ടാകുമ്പോൾ, ഇരുൾ കടന്നു വരുമ്പോൾ മനുഷ്യൻ വേഗത്തിൽ മലക്കം മറിയും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ വിചാരിക്കും എല്ലാവരും പ്രാർത്ഥനക്കാരാണെന്ന്, എല്ലാവരും ആത്മീയരാണെന്ന്, എല്ലാവരും നല്ലവരാണെന്ന് വിചാരിക്കും. പക്ഷേ ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം, മനുഷ്യന്റെ മനസ്സ് അത് ദൈവസന്നിധിയിൽ നിഷ്കളങ്കമല്ലെങ്കിൽ, ദൈവസന്നിധിയിൽ വെളിച്ചമല്ലെങ്കിൽ, അവൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും പാപത്തിന്റെ ഒരു ഭാഗം കിടപ്പുണ്ടെങ്കിൽ, നന്മയൊക്കെ വന്നു കഴിയുമ്പോൾ, സന്തോഷമൊക്കെ വന്നു കഴിയുമ്പോൾ, നിരാശയെല്ലാം മാറിക്കഴിയുമ്പോൾ പഴയതിലേക്ക് ഓടിപ്പോകും. അതാണ് 1000 വാഴ്ചയുടെ അവസാനം കാണുന്നത്. ദൈവത്തോടുകൂടെ വയ്ക്കുന്ന സമയത്ത് 99% ആൾക്കാർ ഞാൻ വിചാരിക്കുന്നത് അവർ നീതിമാന്മാരായിട്ട് തന്നെ ജീവിക്കും. എന്നാൽ ഇരുളിനെ വീണ്ടും പ്രവേശിക്കുവാൻ ദൈവം അനുവാദം കൊടുത്തു കഴിയുമ്പോൾ അന്ന് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന ജനമാണ് സാത്താന്റെ പിന്നാലെ പോകാട്ടൊരുങ്ങുന്നത്. രാത്രിയിൽ കാര്യം മനസ്സിലായല്ലോ. നാം നമ്മുടെ ഹൃദയത്തെ ഏകാഗ്രമായി ദൈവസന്നിധിയിൽ സൂക്ഷിക്കപ്പെടണം. ഇരുളിന്റെ ശക്തി വ്യാപരിപ്പാൻ സാധ്യത വന്നു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും മനുഷ്യരാണ്, അഹങ്കരിച്ചു പോകും, ഞാനും നിങ്ങളും തെറ്റിപ്പോകും. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ ഏകാഗ്രമാക്കണം. സർപ്പം ഹൗയെ ഉപായത്താൽ ചതിച്ച് ക്രിസ്തുവിന്റെ ഏകാഗ്ര നിർമ്മലതയും വിട്ട് വഷളാക്കി പോയതുപോലെ നിങ്ങളും ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് പൗലോസ് അപ്പോസ്തലൻ വേദനയോടെ ചോദിപ്പാനിടയാത്ത പ്രിയപ്പെട്ടവരെ, നിസ്സാരമായിട്ടെടുക്കരുത്. പാപത്തിന്റെ അവസ്ഥയിൽ വ്യാപരിപ്പാനിടയാത്തതിനാൽ നമ്മളൊക്കെ മനുഷ്യരാ, തലകുത്തി വീണു പോകും. അതുകൊണ്ട് ഭയത്തോടെ നിൽക്കാം, ഞെളിയാതെ ഭയപ്പെടാം, കൃപയാൽ നിൽക്കുന്നെന്ന് പറയാം. രാത്രി സന്ദേശം ഞാനിവിടെ അവസാനിപ്പിക്കുമ്പോൾ നമുക്കൊന്നും ഞെളിയുവാനില്ല. എല്ലാം കർത്താവേ അങ്ങയുടെ കൃപയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, പാപമില്ല എന്ന് സാത്താൻ അവനെ 1000 ആണ്ട് ബന്ധിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് അവനെ അഴിച്ചുവിട്ട് കഴിയുമ്പോൾ ഇതേ മനുഷ്യരാണ് ദൈവത്തിൽ നിന്ന് അകന്ന് മാറിപ്പോകുന്നത്. അതുകൊണ്ട് അന്ന് 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കുന്ന മനുഷ്യർ സാധാരണ മനുഷ്യരാണ്, പുനരുത്ഥാനം പ്രാപിക്കാത്തവരാണ്. അതുകൊണ്ടാണ് ജാതികൾ വശീകരിക്കപ്പെടുന്നത്. ഇപ്പോൾ ആ സംശയം മാറിയല്ലോ. പുനരുത്ഥാനം പ്രാപിച്ച് ദൈവത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ
ഒരു ശക്തിക്കും നമ്മളെ വശീകരിക്കാൻ കഴിയത്തില്ല. അതുവരെയും നാം ജഡത്തിൽ വസിക്കുമ്പോൾ ഏത് നിമിഷത്തിൽ വേണമെങ്കിലും അവൻ അവസരം ലഭിച്ചാൽ നാം വഞ്ചിക്കപ്പെട്ടു പോകുവാൻ, വഷളായി പോകുവാൻ സാധ്യതയുള്ളത് കൊണ്ട് നമുക്ക് ദിവസങ്ങളിൽ കൃപയിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിൻ്റെ കൃതത്തിനൊത്തവണ്ണം ജീവിച്ച് കർത്താവ് അതിനുവേണ്ടി ഒരുക്കപ്പെട്ട് ആ തേജസ് ശരീരം പ്രാപിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇവിടെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ അവരെ വൃതന്മാരായിട്ടുള്ളവർ, പട്ടണങ്ങളുടെ അധിപന്മാരും, അന്ന് അവർ സ്നേഹിത പദവിയുള്ളവർ ദൈവരാജ്യത്തിൽ പന്തിക്കിരിക്കാൻ യോഗ്യമായിരിക്കും. അന്ന് നീതിമാന്മാർ പിതാവിൻ്റെ രാജ്യത്തെ സൂര്യനെ പോലെ പ്രകാശിക്കുമെന്ന് പറഞ്ഞതിനെ കുറിച്ച് ഞാൻ ആ സംശയം തീർത്തിരുന്നു. ഒന്നുകൂടെ പറയാം. അതായത് സുവിശേഷം 13:43 കർത്താവ് പ്രസ്താവിച്ചിരിക്കുന്നത് അവർക്ക് ലഭിക്കുന്ന അക്ഷരികമായ തേജസ്സിനെ കുറിച്ചല്ല, ആത്മീയമായതിനെ കുറിച്ചാണ്. കൃപായുഗത്തിലെ ഓരോ വിശ്വാസിയും ഇപ്പോൾ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നില്ല എന്നാണ് ഫിലിപ്പിയർക്ക് 2:15 പ്രസ്താവിച്ചിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ ചൂണ്ടിക്കാണിച്ച് അത് അക്ഷരികമല്ല, പിന്നെയോ ആത്മീയ കാഴ്ചപ്പാടിലാണ്. ഈ വാക്യത്തോട് ബന്ധത്തിൽ വേണം കർത്താവ് അന്നത്തെ കാലത്തെക്കുറിച്ച് പ്രസ്താവിച്ചിരുന്ന കാര്യം നമ്മൾ 1000 ആണ്ട് വാഴ്ചയിൽ നീതിമാന്മാർ സൂര്യനെ പോലെ പ്രകാശിക്കുന്ന പറയുന്നത് അക്ഷരികമായിട്ടുള്ളതല്ല, ആത്മീകമായിട്ടുള്ള കാഴ്ചപ്പാടിൽ വേണം അത് ചിന്തിക്കാൻ. കർത്താവ് നീതിമാന്മാരെ അംഗീകരിച്ച് ദൈവരാജ്യത്തിലേക്ക് പ്രവേശനം ലഭിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിന്റെ ആത്മീയ പശ്ചാത്തലം എന്താണെന്നാണ് മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് ദൈവമക്കൾ ആത്മീയ കാഴ്ചപ്പാടിൽ ദൈവദേശം നിത്യജീവനും നമ്മളൊക്കെ ആത്മീയമായിട്ട് നമ്മുടെ ദൈവതേജസ്സും നിത്യജീവനൊക്കെ പ്രാപിച്ചവരാണ്. എന്നാൽ നമ്മുടെ ശരീരമായിട്ട് നോക്കുമ്പോൾ വീണ്ടെടുപ്പുണ്ടായിട്ടില്ല. അതേ അവസ്ഥയായിരിക്കും വന്നവർക്കുണ്ടായില്ല. ശരീരത്തിൽ വീണ്ടെടുപ്പുണ്ടായിട്ടില്ല, ശരീരത്തിൻ്റെ പുനരുത്ഥാനം ഉണ്ടായിട്ടില്ല. നമുക്കിന്ന് ആത്മാവിൽ നാം ഇതിനെ ദർശിച്ച അനുഗ്രഹത്തോടെ ജീവിക്കും. നമ്മുടെ ശരീരത്തിൽ വീണ്ടെടുപ്പായിട്ടില്ല. എന്നെങ്കിൽ നാം രൂപാന്തരപ്പെടാതെ മരിച്ചു കഴിഞ്ഞാൽ പുനരുത്ഥാനം നമ്മുടെ ശരീരത്തിൽ വീണ്ടെടുപ്പ് നടക്കണം. അന്നത്തെ മനുഷ്യന് 1000 ആണ്ട് വാഴ്ച പ്രവേശിച്ച ശരീരത്തിൽ വീണ്ടെടുപ്പ് നടന്നിട്ടില്ല. അവരുടെ ജീവന്റെയും ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് നടന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് അവർക്ക് പാപം ചെയ്യുവാനും മരിക്കുവാനും ഒക്കെയുള്ള സാധ്യതകൾ ഉള്ളതെന്ന് പറയുന്നത്. ഇപ്പോൾ സഹസ്രാർത്ഥ വാഴ്ചയിൽ പ്രവേശിക്കുന്ന നീതിമാന്മാർ തേജസ്സിനെയും നിത്യജീവനെ കുറിച്ച് ചിന്തിക്കുന്നത് അക്ഷരികമായ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്ന നീതിമാന്മാരുടെ നിത്യജീവൻ തേജസ്സും അക്ഷരികമല്ല, ആത്മീകമാണെന്ന് തെളിയിച്ചിട്ടുണ്ടല്ലോ. അന്നത്തെ മനുഷ്യരുടെ പൊതുജീവിതത്തെക്കുറിച്ചുള്ള ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ വേഗത്തിൽ പറയാം. സഹസ്രാർത്ഥ കാലത്ത് ജനനവും മരണവും ഉണ്ടായിരിക്കും. യെശയ്യാവിന്റെ പ്രവചനം 65:20 വാക്യം എടുത്ത് വായിക്കുന്നില്ല. ഞാൻ പ്രധാന പോയിന്റുകൾ പറയുകയാണ്. ജനനവും മരണവും 1000 ആണ്ട് വാഴ്ച ഉണ്ടായിരിക്കും. എന്നാൽ തേജസ് പ്രാപിച്ചു കഴിഞ്ഞാൽ ജനനം മരണവും ഉണ്ടാകത്തില്ല, സൃഷ്ടിപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകത്തില്ല. അതേക്കുറിച്ച് നമുക്കറിയാം. അതുകൊണ്ടാണ് 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കുന്നവർ സാധാരണ മനുഷ്യരായിരിക്കുമെന്ന് പ്രത്യേകപ്പെടുന്നത്. അന്ന് അവർ താമസിക്കുന്നത് വീടുകളെ പണിത് കുടുംബങ്ങളായിട്ടാണ് മനുഷ്യർ പാർക്കുന്നത്. യെശയ്യാവിന്റെ 65:21 വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം വായിച്ചു പോകണമെന്നുണ്ട്. നിങ്ങൾ സമയം കിട്ടുമ്പോൾ വായിച്ചാൽ മതി. അപ്പോൾ വീടുകൾ പണിത് കുടുംബങ്ങളായിട്ടാണ് താമസിക്കുന്നത്. ആദമീയയുടെ ശരീരം ഭൂമിയിലെ മനുഷ്യരിൽ നിന്നും മാറിപ്പോകാത്തതുകൊണ്ടാണ് പാപവും മരണവും എന്ന ഭൂമിയുണ്ട്. അപ്പം പാപവും മരണവും ഉണ്ടാകാൻ കാരണം ആദമിക ജഡശരീരം മണ്ണിൽ നിന്നുള്ള മനുഷ്യനായതുകൊണ്ടാണ്. അത് ഈ ഭൂമി അത് വെണ്ണിന്റെ ശരീരങ്ങളായി മാറിയിട്ടില്ല. അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. 65 യെശയ്യാവിന്റെ പ്രവചനം 65 അതിൻ്റെ ഓരോ വാക്കുകളും വായിക്കുമ്പോൾ 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മനുഷ്യരെ വഞ്ചിക്കുന്ന സാത്താൻ ബന്ധനത്തിലായതുകൊണ്ടാണ് അന്ന് വലിയ വശീകരണം നടക്കാതിരിക്കുന്നത്. എന്നാൽ എങ്ങനെയാണ് ഈ പറയുന്ന മനുഷ്യൻ വഞ്ചിക്കപ്പെടാൻ സാധ്യതയുള്ളതെന്ന് ചോദിച്ചാൽ, അന്ന് ഭൂമിയിലേക്ക് തള്ളപ്പെടുന്ന ദുഷ്ടദൂതന്മാരും ഭൂതാത്മാക്കളുടെയും പ്രവർത്തനങ്ങളാലാണ് മനുഷ്യരിൽ ചിലർ പിന്നെയും പാപത്തിന് അടിമകളായിത്തീരുന്നത്. സാത്താൻ ബന്ധിക്കപ്പെട്ട് 1000 ആണ്ട് അഗാധത്തിൽ തള്ളപ്പെട്ടു. പിന്നീട് ആരാണ് ഇവിടെ ഉള്ളത്? നമുക്കറിയാം, 1/3 ആകാശ നക്ഷത്രങ്ങളെ പ്രകാശോട് ഇതിനെ വലിച്ച് അവന്റെ ഭാഗത്ത് ചേർക്കുന്ന 12 ചിന്തിച്ചിട്ടുണ്ട്. ആ ദുഷ്ടദൂതന്മാർ അത് ഇവിടെ പ്രവർത്തനരഹിതമായിരിക്കും. അതുപോലെ തന്നെ ഭൂതാത്മാക്കളെ ദൈവം പാതാളത്തിലേക്ക് വിട്ടിട്ടില്ല. അപ്പൊ ഇവരുടെ സാന്നിധ്യമുള്ളത് കൊണ്ടാണ് 1000 ആണ്ട് വാഴ്ചയിൽ വീണ്ടും പാപവും മനുഷ്യരിൽ പ്രവർത്തിക്കുന്നത്, മനുഷ്യരിൽ വരുന്നത്, വഞ്ചിക്കപ്പെടാൻ സാധ്യതയുള്ളത്. എന്നാൽ വഞ്ചനയുടെ ശക്തിയായിരിക്കുന്ന, വശീകരണ ശക്തിയായിരിക്കുന്ന സാത്താൻ 1000 ആണ്ട് ചങ്ങലക്കിട്ടിരിക്കുന്നതുകൊണ്ട് അവൻ അവിടെ കിടക്കുന്നതുകൊണ്ട് അത്ര വലിയ വശീകരണം ഇവിടെ ഭൂമിയിൽ കാണത്തില്ല. എന്നാൽ ഈ ദുഷ്ടദൂതന്മാരുടെ സാന്നിധ്യവും ഭൂതാത്മാക്കളും മുഖാന്തരമായിട്ട്
മനുഷ്യൽ പാപം ഉണ്ടാകാൻ സാധ്യതകൾ കാണുന്നത് കൊണ്ടാണ്. ഇപ്പം എങ്ങനെയാണ് ഈ 1000 ആണ്ട് വാഴ്ചയിൽ പാവമുണ്ടാകുമെന്ന് ചോദിച്ചാൽ ആരാണ് ഇവരെ വഞ്ചിക്കുന്നത് എന്ന് ചോദിച്ചാൽ സ്വയവഞ്ചനയല്ല. ഇവരെ വീണ്ടും വഞ്ചിക്കാനുള്ള സാഹചര്യങ്ങൾ ദുഷ്ടദൂതന്മാരും ഭൂതന്മാർക്കുള്ള ഉള്ളതും പ്രകാരം ഉണ്ടാകുന്നു. ഇന്ന് പാപികളും ദുഷ്ടന്മാരും വളരെ കുറവും, നിത്യജീവന് ഓഹരിക്കാരൻ നീതി വളരെയധികമായിരിക്കും. ശിശുമരണം അന്ന് ഉണ്ടായിരിക്കുകയില്ല. ഒറ്റ ശിശുക്കൾ പോലും മരിച്ചു പോകത്തില്ല. ശൈശവമരണം ഇല്ലാതാക്കുന്നതിനെ കുറിച്ചാണ് ഒരു രാജ്യത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള ഗ്രാഫ് എടുക്കുമ്പോൾ മനസ്സിലാകുന്നത്. ശൈശവമരണം നമുക്കറിയാം, കേരളത്തിൽ ശൈശവമരണം വളരെ കുറവാണ്. നമുക്കൊക്കെയുള്ള മെഡിക്കൽ ഫെസിലിറ്റീസ് വളരെ വലുതാണ്. പണ്ടൊക്കെ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ പലതും 1 വയസ്സൊക്കെ അതിന് മരിച്ചു പോവുകയായിരുന്നു. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുക ശിശുമരണം ഉണ്ടായിരിക്കുകയില്ല. അന്ന് ബാലൻ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പം ബാല്യപ്രായം 12 വയസ്സാണ്. പക്ഷെ അന്നത്തെ ബാല്യപ്രായം എന്നുള്ളത് 100 വയസ്സാണ്. ബാലൻ 100 വയസ്സുള്ളവനായി മരിക്കുമെന്നാൽ മരണമുണ്ടാകുന്നത് ബാല്യപ്രായം മുതലാണ്. ശിശുക്കളായിട്ടുള്ള ആരും മരിക്കുന്നില്ല. യശയാനോവ 65 20 വാക്യം. യശയാനോവ 65 ശരിക്കും വായിക്കണമേ, അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് പറയുന്നത് ശിശുമരണം ഉണ്ടാക്കത്തില്ല. ഒരു ശിശു പോലും മരിച്ചു പോകത്തില്ല. അന്നത്തെ ബാല്യപ്രായം ഇന്നത്തെ 12 വയസ്സാണെങ്കിൽ അന്നത്തെ ബാല്യപ്രായം 100 വയസ്സാണ്. ഇന്നത്തെ മനുഷ്യൻ്റെ ആയുസ് വിഷായുസാണ്. വിഷായുസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 1000 വർഷങ്ങളാണ് വിഷായുസ്. അത് നമുക്ക് ലോകാരംഭത്തിലുള്ള ആരംഭത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ലോകസ്ഥാപനത്തിന് ശേഷമുള്ള ഭൂമി പോലെ ആയി കഴിയുമ്പോൾ ഇവിടെ മനുഷ്യൻ്റെ ആയുസ് ക്രിസ്തുവിൻ്റെ ഭരണം ആരംഭിക്കുമ്പോൾ ശിശുവായിരിക്കുന്ന ഒരു കുഞ്ഞ് കർത്താവിൻ്റെ ഭരണാവസാനം വരെ ഈ ലോകത്തിൽ ഉണ്ടായിരിക്കാൻ സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറയുന്ന മനുഷ്യൻ്റെ ആയുസ് വൃക്ഷായുസ്. ദൈവ ആരാധനയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ചില സംശയങ്ങളൂടെ ഉണ്ടാകും. ഇതിൻ്റെ പ്രധാനപ്പെട്ട സംശയം എബ്രായ ലേഖനം 10-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നെ ഒരുപാട് ചിന്തിപ്പിച്ച വിഷയമാണ്. അപ്പോൾ അത് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? പാപപരിഹാരത്തിനായ യാഗങ്ങളായിരിക്കുക. അത് ഇനി പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ആവശ്യമില്ല എന്ന് എബ്രായ ലേഖനം 10-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ്, എന്തിനു വേണ്ടിയാണ് 1000 ആണ്ട് വാഴ്ചയിൽ ഈ പറഞ്ഞ യാഗങ്ങൾ, പാപയാഗമൊക്കെ നടത്തുന്നത് എന്ന ചോദ്യം കൂടി ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉത്തരം എന്താണെന്ന് കൂടി ഇന്ന് രാത്രി ഞാൻ വേഗത്തിൽ പറയാം. എബ്രായ ലേഖനം 10-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവസഭയുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. നമ്മളുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അത് വിശ്വസിക്കുന്നവരുടെ ബന്ധത്തിലാണ്. എന്നാൽ ഇന്ന് ഇസ്രായേലിന് ബന്ധത്തിൽ പറയുമ്പോൾ അത് അവരുള്ള ബന്ധത്തിൽ അവരെ നീതീകരിക്കുന്നത് അവർ നടത്തുന്ന യാഗങ്ങളാണ്. അതിലാണ് ചെയ്യുന്നത്. 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പായി നമുക്കറിയാമല്ലോ ആ ഒരു സ്ഥിതിയിലാണ് അവരിന്നും ആയിരിക്കുന്നത്. അവരെ ഇന്ന് ആ രീതിയിൽ പോകുമ്പോൾ ദൈവം കൊടുത്ത പ്രമാണം അവർ നോക്കുന്നത്. ഇത് എബ്രായ ലേഖനം 10-ാം അധ്യായം പറഞ്ഞിരിക്കുന്നത് ദൈവസഭയുള്ള ബന്ധത്തിൽ നമ്മൾ മറ്റൊരു യാഗങ്ങൾക്ക് വേണ്ടി പോകേണ്ട ആവശ്യമില്ല. എന്നാൽ 1000 ആണ്ട് വാഴ്ചയിൽ ദൈവസഭ എന്നുള്ളതില്ല. ദൈവരാജ്യം മാത്രമാണുള്ളത്. ദൈവരാജ്യം, ദൈവത്തിൻ്റെ പിതാവിൻ്റെ രാജ്യമാണുള്ളത്. അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന എബ്രായ ലേഖനത്തെ 10-ാം അധ്യായത്തിൽ 18-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വചനം അന്ന് പ്രാവർത്തികമല്ല. അന്ന് ദൈവരാജ്യമാണ്. ഇനി ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പാപമോചനം നൽകുവാൻ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ. കർത്താവിന് മാത്രമേ പാപമോചനം നൽകാൻ കഴിയത്തുള്ളൂ. അവന് അധികാരമുള്ളൂ. മരണത്തിന് മുമ്പ് യേശു പാപങ്ങളെ മോചിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ കർത്താവ് ഇവിടെ ലോകത്തിൽ വന്നപ്പോൾ 1-ാമത്തെ വരവെങ്കിൽ തന്നെ അവൻ പാപത്തെ മോചിച്ചിരുന്നു. അന്ന് കർത്താവിൻ്റെ രക്തം ചൊരിഞ്ഞിട്ടിരുന്നില്ല, നിത്യയാഗം നടന്നിട്ടില്ല, ഒന്നും നടന്നില്ല. പക്ഷെ അന്ന് ദൈവം പാപത്തെ മോചിച്ചു പറഞ്ഞു, ഇനി പാപം ചെയ്യുമെന്ന് പറഞ്ഞു. ആ പാവനിയാസ്തിയോട് പറഞ്ഞു, നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു, ഇനിമേൽ പാപം ചെയ്യുമെന്ന് പറഞ്ഞു. അതേ അനുഭവമായിരിക്കും 1000 ആണ്ട് വാഴ്ചയിൽ. അപ്പം അതിൽ ദൈവസഭ സ്ഥാപിതമായതിനുള്ള ബന്ധത്തിലാണ് എബ്രായർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇനിമേൽ പാപങ്ങൾക്ക് ഒരു യാഗവും ശേഷിച്ചിരിക്കുന്നില്ല. എന്നാൽ ഈ കർത്താവിൻ്റെ 1-ാമത്തെ വരവിൽ യേശു പാപത്തെ ക്ഷമിച്ചു. അതേ നിലവാരത്തിലാണ് കർത്താവ് 1000 ആണ്ട് വാഴ്ച അവൻ ഭരിക്കുമ്പോൾ പാപത്തെ ക്ഷമിക്കുന്നു. അവൻ്റെ സാന്നിധ്യം, അവൻ്റെ ജീവൻ അവൻ ക്ഷമിക്കുന്നു. അപ്പോൾ 1000 ആണ്ട് വാഴ്ചയിൽ എങ്ങനെയാണ് പാപത്തെ ദൈവം ക്ഷമിക്കുന്നത്? ദൈവം നേരിട്ട് ക്ഷമിക്കുക. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. നമുക്കറിയാം 1-ാമത്തെ വരവെങ്കിൽ കർത്താവ് അവൻ യാഗമാറ്റിരുന്നു. അവൻ രക്തം ചെയ്യുന്നതിന് മുമ്പായിട്ട് അവൻ പാപങ്ങളെ ക്ഷമിച്ചിരുന്നു. എന്നാൽ അവൻ രക്തം ചെയ്തിരുന്നില്ല. യേശുവിൻ്റെ രക്തം കൊണ്ടാണ് വിമോചനമുള്ളത്. രക്തം കൊണ്ടല്ലാതെ ആർക്കും വീണ്ടെടുപ്പ് ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ വചനം കൊണ്ട്
യേശുവിന് ജീവൻ കൊണ്ടല്ലാതെ ആർക്കും വീണ്ടെടുപ്പില്ല. അതേക്കുറിച്ച് നമ്മൾ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നല്ലോ. യാഗപീഠത്തിലെ കനലിൽ യേശുവിന്റെ ജീവന്റെ ശക്തി വ്യാപരിക്കുന്നുകൊണ്ടാണ് അവരെ ശുദ്ധീകരിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചല്ലോ. 1000 ആണ്ട് ഇവിടെ വാഴുമ്പോൾ അന്ന് കർത്താവ് രക്തം ചിന്തിയതിന്റെ ഫലമായിട്ടല്ല, കർത്താവ് നേരിട്ടുള്ള ആ ജീവിതത്തിൽ അവൻ നേരിട്ട് അവരോട് ഇടപെടുന്നതുകൊണ്ട് അന്ന് വചനം മുഖാന്തരം വചനത്തെ അനുസരിക്കുകയോ അനുസരിക്കാതിരിക്കുകയോ ചെയ്യുന്നതാണ് പാപത്തിന് കാരണമായിത്തീരുന്നത്. എന്നാൽ അതിന് വേണ്ട പാപപരിഹാര ക്രിയകളും ദൈവം പറഞ്ഞിട്ടുണ്ട്. അനുസരണമാണെന്ന് അവിടെ നിൽക്കുന്നത്. അത് ഇസ്രായേൽ ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന അക്ഷരീയമായിട്ടുള്ള നിഴലായിട്ടുള്ള അക്ഷരീയമായിട്ട് നിർവഹിക്കപ്പെടുന്നത് ഭൂമി സർവ്വഭൂമിയിൽ ഇസ്രായേൽ നിഴലായി കൊടുത്തിരുന്ന 7 പ്രധാന ഉത്സവങ്ങളിൽ അവസാനമായി നിറവേറപ്പെടാനുള്ള കൂടാര പെരുന്നാളാണ് അന്ന് സഹസ്രാബ്ദ വാഴ്ചയിൽ അന്ന് നിറവേറപ്പെടുവാൻ പോകുന്നത്. ശബത്തും അമാവാസിയും അവർ ആചരിക്കുകയും ചെയ്യുന്നു. യശയ്യാവിന്റെ 66 23 വാക്യത്തിലുണ്ട്. കൂടാര പെരുന്നാൾ കർത്താവിനോട് നിർഭയം വസിക്കുമെന്ന് നിഴൽ പഴയ നിയമത്തിലും സഹസ്രാബ്ദ വാഴ്ച നിറവേറപ്പെടുമ്പോൾ അതിന് സമ്പൂർത്തീകരണം നിത്യതയിലാണ് എന്നേക്കുമായി പൂർത്തീകരിക്കും. അപ്പം നിഴൽ, പൊരുൾ, സമ്പൂർത്തീകരണം അത് നിത്യതയുള്ള ബന്ധത്തിൽ പൊതുവാന ഭൂമിയിലാണ്. നിഴൽ എന്നുള്ളത് പഴയ നിയമത്തിൽ, പൊരുൾ എന്നുള്ളത് പുതിയ നിയമത്തിൽ, സമ്പൂർത്തീകരണം എന്നുള്ളത് നിത്യയുള്ള ബന്ധത്തിൽ പുതിയ ആകാശ പുതിയ ഭൂമിയാണ്. അമാവാസി ഉണ്ടായിരിക്കും. സഹസ്രാബ്ദ വാഴ്ചയിൽ ഇരുൾ ഭൂമിയിൽ നിന്ന് പൂർണ്ണമായി മാറ്റപ്പെടുന്നില്ല. സൃഷ്ടിക്കപ്പെടുന്ന പുതിയ ആകാശ പുതിയ ഭൂമി പ്രത്യക്ഷപ്പെടുന്നവരെ അമാവാസി ഉണ്ടായിരിക്കും. സഹസ്രാബ്ദ വാഴ്ച ശേഷമാണ് ഇളാന്ന മണ്ണത്തെ ഇവിടെ നിന്നും എന്നേക്ക് മാറ്റുകളാണ്. ശബത്ത് സ്വസ്ഥതയ്ക്കും ശുദ്ധിയുള്ളതായി ആചരിച്ച ശബത്ത് കർത്താവിന്റെ പാവപരിഹാര യുഗത്തിൽ അക്ഷരീയമായ പാവപരിഹാരവും ആത്മീകമായ സ്വസ്ഥതയുമാണ് നിവർത്തിരിക്കപ്പെട്ടത്. പാവപരിഹാരത്തിൽ അക്ഷരീയമായ പാവപരിഹാരവും ആത്മീയമായ സ്വസ്ഥതയുമാണ്. അക്ഷരീയമായ സ്വസ്ഥതയുടെ പൂർണ്ണതയിലേക്ക് ഇന്നുവരെയും ആരും പ്രവേശിച്ചിട്ടില്ല. കാലാകാലങ്ങളിൽ നടക്കുന്ന പുനരുത്ഥാനങ്ങൾ വിശുദ്ധന്മാർ തേജസ്സോടെ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നെങ്കിലും സകലവും സമാപിച്ചിട്ട് നിത്യസ്വസ്ഥതയിൽ സകലരും പ്രവേശിക്കുന്നു വരുവാനുള്ള പുതിയ ആകാശ പുതിയ ഭൂമിയിലെ നിത്യത്തിൽ. അതുകൊണ്ടാണ് 1000 ആണ്ട് വാഴ്ചയിൽ ശബത്ത് ആചരിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് 1000 ആണ്ട് വാഴ്ച ശബത്ത് ആചരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിത്യസ്വസ്ഥതയിലേക്ക് ആരും പ്രവേശിച്ചിട്ടില്ല. നമ്മൾ കർത്താവിനോട് വന്ന യുദ്ധത്തിന് പോകുന്നില്ലേ, കൊണ്ടിവിടെ കർമ്മയുദ്ധം നടക്കുന്നില്ലേ, നിത്യസ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചിട്ടില്ല. അത് പൂർത്തീകരിക്കപ്പെടുന്നത് 1000 ആണ്ട് വാഴ്ചയിലാണ്. അപ്പോൾ സഹസ്രാബ്ദ വാഴ്ച നീതിമാന്മാരെ പ്രവേശിക്കുമ്പോൾ മനുഷ്യരുടെയിൽ പാപം തലപൊക്കുന്നത് അവരിലുള്ള ആദാമിക പാപപ്രകൃതിയാണ് എന്ന് വെളിപ്പെടുത്തുന്നു. പുനരുത്ഥാനന്തരം നിത്യതയെ പ്രാപിച്ചു പിന്നീട് ഒരു നാളും പാപത്തിനോ മരണത്തിനോ അടിമപ്പെടുന്നാൽ 1000 ആണ്ട് വാഴ്ചയിലെ പ്രജകളാകുന്ന മനുഷ്യരുടെ പാപസ്വഭാവം പൂർണ്ണമായി അന്ന് മാറിപ്പോകുന്നത്. അതുകൊണ്ടാണെന്ന് പ്രവർത്തിക്കുന്ന ദുഷ്ടാന്മാരുടെയും ദുഷ്ടദൂതന്മാരുടെയും നിയന്ത്രണങ്ങളിൽ ചിലർ ആകർഷരായി പാപത്തിന് അടിമപ്പെട്ടു പോകുന്നത്. അതിനാലാണ് അനുസരണക്കേടെന്ന പാപം സഹസ്രാബ്ദ വാഴ്ചയിലെ നിവാസികളിൽ ചുരുക്കം ചിലർ തലയുയർത്തുന്നത്. അതുപ്രകാരം ലോകത്തിലന്ന് അവശേഷിത വംശങ്ങളിൽ ആരെങ്കിലും പാപം ചെയ്താൽ അതിനുള്ള ശിക്ഷ അവർക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിട്ട് സെക്രിയാപ്രവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സെക്രിയാപ്രവചനം 14 17 മുതൽ 19 വാക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഭൂമിയിലെ സകല വംശങ്ങളിലും ആരെങ്കിലും സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ നമസ്കരിപ്പാൻ യേശുവിലേക്ക് വരാത്ത പക്ഷം അവർക്ക് മഴയുണ്ടാകുകയില്ല. മുസ്ലിം വംശം വരാത്ത പക്ഷം അവർക്കും ഉണ്ടാകുകയില്ല. കൂടാരപ്പെരുന്നാൾ ആചരിക്കേണ്ടതിന് വരാതിരിക്കുന്ന ജാതികളെ യഹോവ ശിക്ഷിപ്പാട് ശിക്ഷ തന്നെ. കൂടാരപ്പെരുന്നാൾ ആചരിക്കേണ്ടതിന് വരാതിരിക്കുന്ന മിസ്രൈമുള്ള പാപശിക്ഷയും സജാതിക്കുള്ള പാപശിക്ഷയും ഇത് തന്നെയാണ്. ഇത് രാത്രിയിൽ സമയം പോയതുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അതേ വെച്ചാൽ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതേ വേഗത്തിൽ ഈ പഠനം പൂർത്തീകരിച്ച് എന്ന് വെച്ചാൽ വരുന്ന ആഴ്ചയോടുകൂടി വെളിപ്പാട് ദിവസം പഠനം പൂർത്തീകരിക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ആയിരിക്കുന്നത്. കഴിവതും നമുക്ക് വളരെ വേഗത്തിൽ കാര്യങ്ങളെ ചിന്തിക്കണം. ഇത് വളരെ നേരിട്ടുള്ള പഠനമായതുകൊണ്ട് പഠിക്കുന്നതിന് വളരെ പ്രയാസമില്ല. ഇതിനകത്ത് നമ്മൾ മുമ്പ് പഠിച്ചതുപോലുള്ള സമയത്തുള്ള അധ്യായവാക്യ ക്രമീകരണമൊന്നുമില്ല. വളരെ നേരിട്ടുള്ള പഠനമാണ്. പക്ഷേ ഇത് ദീർഘമായി ചിന്തിക്കേണ്ട വിഷയമാണ്. പ്രവചനങ്ങളെല്ലാം പഠിച്ചു പോകേണ്ടതാണ്. എന്നാൽ അതിനുള്ള അത്രയും ദീർഘമായ പഠനത്തിലേക്ക് പോകുന്നില്ല. എന്നാൽ വേണ്ടപ്പെട്ട കാര്യങ്ങളെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥന നമുക്ക് ഉറ്റിരിക്കാം. നമ്മുടെ കർത്താവിൻ്റെ ഒരുക്കപ്പെടാം. എന്ന് കാണുന്നതും കേൾക്കുന്നതുമെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാവർത്തികമാകുമെന്നുള്ള അത് വലിയ വിശ്വാസത്തോടെ നമുക്കായിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. ഞാൻ ഈ ഭാഗം വേഗത്തിൽ ചിന്തിച്ച് ഒരു ഭാഗം കൂടി വായിച്ച് നിർത്താം. കാരണം ആ ഭാഗം തിരുവല്ലോ. അടുത്ത പ്രാവശ്യം നമുക്ക് വന്യമൃഗങ്ങളൊക്കെ മനുഷ്യർക്ക് ചിന്തിക്കാം. കർത്താവിൻ്റെ 1000 ആണ്ട് വാഴ്ചയിൽ മിഥ്യാമൂർത്തികളെ ശേഷം കാണുകയില്ല. യേശയ്യാവിന്റെ 31 7 വാക്യത്തിൽ പറയുന്നു, ഒരൊറ്റ മിഥ്യാമൂർത്തി. ഇന്ന്
മിഥ്യാമൂർത്തികൾ നിറഞ്ഞുകൊണ്ടിരിക്കുക. പലരും പണിത് കൊണ്ടിരിക്കുക. എന്നാൽ ഇതെല്ലാം തീരാൻ പോവുകയാണ്. ഭൂമിയിലെ സകല ദേവന്മാരും ക്ഷയിച്ചു പോകുന്നു. സെബന്യാവ് 2:11. എല്ലാ മിഥ്യാമൂർത്തികളും സകല ദുഷ്ടദേവന്മാർ ക്ഷയിച്ചു പോകുന്നു. ദേശത്ത് വിഗ്രഹങ്ങളോ പ്രവാചകന്മാരോ മലിനാത്മാക്കളോ കാണുകയില്ല. സെഖര്യാപ്രവചനം 13 രണ്ടാം വാക്യം. മിസ്രൈമർ അശ്ശൂരോടുകൂടി യഹോവയുടെ യാഗപീഠത്തിൽ ആരാധന കഴിക്കുന്നൊരു കാലം വരാൻ പോയി. മിസ്രൈമും അശ്ശൂരും ഒരുമിച്ച് ആരാധന കഴിക്കും. യെശയ്യാപ്രവചനം 20:19-23 വാക്യങ്ങൾ. ഇതോടുകൂടി ദൈവികാരാധനയെക്കുറിച്ചും മഷീഹയെക്കുറിച്ചുമുള്ള ഏകദേശതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. ഇന്ന് ഇതൊക്കെ കാണുമ്പോൾ ഭയപ്പെട്ടു പോകണ്ട. ഇതൊക്കെ കലാശക്കൊട്ടാണ്, അവസാനമായി തീരാൻ പോവുക. എല്ലാം കൊട്ടിത്തീരും, എല്ലാം കെട്ടിത്തീരും പ്രിയപ്പെട്ടവരെ. അതൊരിക്കലും ഇല്ലാത്ത ഏകനാമമായിരിക്കുന്ന ക്രിസ്തുവിന്റെ നാമം, അത് നദി മുതൽ ഭൂമിയുടെ അറ്റത്തോളം സമുദ്രത്തിനറ്റം വരെയും അവൻ്റെ ആധിപത്യം ഉണ്ടായിരിക്കുവാൻ ഭരിക്കും. അന്ന് ഒരൊറ്റ ആരാധന മാത്രമേ കാണുകയുള്ളൂ, വേറൊരു നാമം ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് സത്യതയുമായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ലഭിച്ച് ഇന്ന് ഇതിന്റെ മധ്യത്തെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ആരാധിപ്പാൻ ദൈവമക്കളായി തീരുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ നാം മനസ്സിലാക്കുമ്പോൾ അന്നത്തെ മനുഷ്യർക്ക് അന്ന് പ്രജകളായി തീരാനുള്ളവർക്ക് അനുഭവിക്കാൻ പോകുന്നതാണ്. എന്നാൽ നമുക്കതല്ല പ്രിയപ്പെട്ടവരെ. നാം അന്നൊരു പ്രജയായി തീരാനുള്ളവരല്ല, നാം ആരായി തീരാനുള്ളവരാണ്. ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? പ്രത്യാശ പറയാൻ കഴിയുമോ? കലമുയർത്തി പറയാൻ കഴിയുമോ? അന്നൊരു പ്രജയായിട്ട് ഇവിടെ ജീവിക്കാനല്ല, അന്ന് രാജാവായിരിക്കുന്ന ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് അവനോട് കൂടെ നിൽക്കുവാൻ, അവന്റെ ശരീരമായി തീരുവാനുള്ള വലിയ ഭാഗ്യം ലഭിച്ചനായി രാത്രി സന്തോഷത്തോടെ ദൈവത്തിന്റെ മഹത്വം കരയേറ്റാം. ദൈവമായ കർത്താവ് വചനങ്ങളാൽ നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.